ബ്രഹ്മാദിഭ്യോ ബ്രഹ്മവിദ്യാസമ്പ്രദായകർത്തൃഭ്യോ വംശർഷിഭ്യോ പരമഗുരുഭ്യോ മഹദ്ഭ്യോ ഗുരുഭ്യോ നമഃ. സർവോപപ്ലവരഹിതപ്രജ്ഞാനഘനപ്രത്യഗർത്ഥോ ബ്രഹ്മൈവാഹമസ്മി. യം ശൈവാः സമുപാസത്തെ ശിവൈതി ബ്രഹ്മേതി വേദാന്തിനോ ബൗദ്ധാ ബുദ്ധ ഇതി പ്രമാണപടവഃ കർത്തേതി നൈയായികാഃ. അർഹന്യത്യഥ ജൈനശാസനരതാഃ കർമ്മേതി മീമാംസകാഃ. സോയം വോ വിദധാതു വാഞ്ഛിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ. സോയം വോ വിദധാതു വാഞ്ഛിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ. സോയം വോ വിദധാതു വാഞ്ഛിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ. പാർലിക്കാട് തച്ചനാത്തുകാവ് നൈമിഷാരണ്യത്തിൽ നടന്നു വരുന്ന 10ാമത് ശ്രീമദ് ഭാഗവത തത്വസമീക്ഷാ തത്രത്തിൽ സന്നിഹിതരായാൻ ഭാഗ്യം സിദ്ധിച്ച എല്ലാ പുണ്യാത്മാക്കൾക്കും പരമ്പരയുടെ നാമധേയത്തിൽ പ്രണാമങ്ങൾ, 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 വിനീതമായിട്ടുള്ള പ്രണാമങ്ങൾ. വളരെ തപസ്വികളായിട്ടുള്ള സന്യാസിമാർ ഇവിടെയൊക്കെ മുമ്പിൽ വെച്ചിട്ട് തത്വസമീക്ഷ ചെയ്യുക, അതിലും വിശിഷ്ടതമമായിട്ടുള്ള വിശിഷ്ടതരമായിട്ടുള്ള, പട്ടേരിയുടെ വാക്കിൽ പറഞ്ഞാൽ സൗന്ദര്യോത്തരതോപി സുന്ദരതമമായിട്ടുള്ള രാസക്രീഡ, രാസപഞ്ചാധ്യായി, ആ രസത്തിൻ്റെ മൂർത്തിമത്തായിട്ടുള്ള ഒരു ഭാവം അതിനെപ്പറ്റി പറയാൻ സാധിച്ചത് ഉറപ്പുണ്ട്. ഗുരുനാഥന്മാരുടെ കാരുണ്യം കൊണ്ടും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ടും മാത്രമാണ്. ആ ഒരു പരമ്പരയ്ക്ക് മുമ്പിൽ വളരെ വിനയപൂർവം നമസ്കരിക്കണു. അതുപോലെ തന്നെ ഇത് നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു അവസരം ഭഗവാനായിട്ട് തന്നതാണ്, ഭഗവാൻ വിളിച്ചു പറയിച്ചതാണ്. അതുകൊണ്ടാണ് ഇവിടെ വരാൻ തരായത്. അപ്പോൾ ഇതിലെ കഥാഭാഗം വൃന്ദാവനത്തിലെ ഗോപികമാര് കാർത്യായനി മഹാമായേ മഹായോഗിന്യധീശ്വരി നന്ദഗോപസുതം ദേവി പതിമേ കുരു തേ നമഃ എന്നൊക്കെ ചൊല്ലിക്കൊണ്ട് മന്ത്രത്തിൽ പതിയായിട്ട് കൃഷ്ണനെ കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ യോഗമായെ അവലംബിച്ച് യോഗമായാം ഉപാശ്രിത അവരെയായിട്ട് ലീലയാടാൻ ഭഗവാൻ തീരുമാനിക്കണു. അപ്പം അതിന് പാകമായിട്ട് ഇതാ നിലാവുള്ള ഒരു യാത്രയിൽ മല്ലികപ്പൂക്കൾ വിടർന്നിട്ടുള്ള യമുനാ നദിയിൽ നിന്ന് വരുന്ന കുളിർ കാറ്റുള്ള സമയത്ത് കണ്ണൻ വേണുഗാനം ചെയ്യായി. അങ്ങനെ വസ്ത്ര അലങ്കാര ധാരണത്തിൻ്റെ ഇടയിലും പാലും ഗോതമ്പൊക്കെ അടുപ്പത്ത് വെച്ചിരിക്കണതിൻ്റെ ഇടയിലും പശുവിനെ കറക്കണതിൻ്റെ ഇടയിലും ഭർത്താവിൻ്റെ ശുശ്രൂഷയ്ക്കിടയിലും ഭക്ഷണത്തിൻ്റെ ഇടയിലും എണ്ണയും അലങ്കാരങ്ങളൊക്കെ ധരിക്കുന്നതിനിടയിലും ഗൃഹനാഥന്മാർ തടുത്തിട്ടും ഇതാ ഗോപികമാർ ഓടി ഓടി വരികയായി. ആ ഭഗവാന്റെ മഹാത്മ്യം, ഭഗവാന്റെ ആ ലീല കാണാൻ വേണ്ടിയിട്ട്, അത് കേൾക്കാൻ വേണ്ടിയിട്ട് അവർ ഓടി വരികയായി. അപ്പോൾ ഭഗവാൻ തിരിച്ചു പോവാ. നിങ്ങളുടെ ഭർത്താവിനെയും കുടുംബത്തിനെയും ശുശ്രൂഷിക്കുക, അതാണ് ധർമ്മം. ഭഗവാൻ തിരിച്ചു വിടുന്നു അവരെ. പറയുന്ന സമയത്ത് ഗോപികമാർ പറയാണ്, കുടുംബത്തെക്കാൾ അധികം തന്നെയാണ്, അവിടുന്ന് തന്നെയാണ് ഞങ്ങൾക്ക് എല്ലാമായിട്ടുള്ള സർവസ്വമായിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ആയുർവേദത്തിൽ പറയുന്ന പോലെ ദർശന സ്പർശന പ്രശ്നൈഹി പരീക്ഷയത്തച്ച എന്ന് പറയുന്നത് പോലെ അവരെല്ലാവരെയും ഭഗവാൻ അങ്ങോട്ട് സന്തോഷിപ്പിച്ചു. ഇതാണ് ഈ രാസപഞ്ചാധ്യായിയിലെ ദശമസ്കന്ധത്തിലെ 29ാം ഇതിലെ അധ്യായത്തിൻ്റെ സാരാംശം. അതിൻ്റെ കഥാഭാഗം ഇതാണ്.
അപ്പോൾ നമ്മൾ വന്നു ചേർന്നത് എന്തിനാ? ശ്രീമദ് ഭാഗവത തത്വസമീക്ഷാ സത്രാണ്. അപ്പോൾ അതിൻ്റെ തത്വമാണ്. എന്താ അതിൻ്റെ തത്വം? ഇപ്പം ശ്രീ ഭഗവാൻ പരദാര സംഗ്രഹം ചെയ്യുക അല്ലേ, അതല്ലേ ചെയ്തത്? ആ പരദാര സംഗ്രഹം ചെയ്യുക എന്നുള്ളത് വലിയൊരു നിന്ദ്യയായിട്ടുള്ള കാര്യമല്ലേ? എൻ്റെ തത്വം നമ്മൾ ആലോചിക്കുക. കഥാഭക്തി എവിടെയല്ല? ഒന്ന്. രണ്ടാമത്, ധാരാളം ഗോപികമാര്, അവർക്കിടയിൽ ഭഗവാൻ ഒറ്റയ്ക്ക്. ആളപ്പം മോശക്കാരനല്ല, ഒരാൾ ഒറ്റയ്ക്ക് ഇത്രയും ഗോപികമാരുടെ, അത് രണ്ടാമത്തെ വിഷയം. മൂന്നാമത്, നീ ഭഗവാൻ അതിൽ വിഷയമില്ല എന്ന് വെച്ചാലോ അങ്ങനെയല്ല. ഭഗവാൻ അവിരെന്തും മനഃശക്രയെന്ന് അതിൽ പറയുന്നുണ്ട്. അപ്പൊ ഭഗവാനും അതിനോടൊരു ഒട്ടലുണ്ട്. അങ്ങനെയല്ലേ ഇപ്പൊ അത് പറയണത്? അത് മൂന്നാമത്തെ വിഷയം. നാലാമത്, വേറൊന്നുള്ള അതിൽ വളരെ ഒട്ടും യുക്തിക്ക് ചേരാത്ത ഒന്ന്, വനിതാശതമയൂഖൈഹി. 44-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ഈ ശതമയൂഖം എന്ന് പറയുന്നത് കൊണ്ട് 110 കോടി എന്നാണ് സംഖ്യ വരുന്നത്. 110 കോടി വനിതമാര്, മനുഷ്യന്മാരെന്ന് തന്നെ വെച്ചോളൂ. ഇത്രയും പേർക്ക് നിൽക്കാൻ ഒരു സ്ഥലം ഉണ്ടാവും. ഇവിടെ ഇപ്പോൾ 1000 പേര് വന്നു ഉണ്ണാൻ. അന്നദാനത്തിന്റെ സമയത്ത് അവിടെ ചെന്നു. 1000 പേരില്ല, ഒരു 500 പേര് വന്നാൽ തന്നെ തിക്കും തിരക്കുവാണ്. 110 കോടി ജനങ്ങൾ ഒരുമിച്ച് വന്നാൽ ഇവർക്ക് നിൽക്കാൻ എവിടെയാ സ്ഥലമുള്ളത്? യുക്തിക്ക് ചേരാത്ത കാര്യമല്ലേ അത്? അടുത്തത്, രാത്രീഹി എന്ന് പറയുന്നുണ്ട്. ഭഗവാൻ അഭി താ രാത്രീഹി. രാത്രി ശബ്ദം ബഹുവചനത്തിലാ. എന്തിനാ അങ്ങനെ ഉപയോഗിച്ചത്? അപ്പൊ ഈ ബഹുവചനത്തിലെ രാത്രി ശബ്ദം, നമ്മൾ തത്വസമീക്ഷ എന്താ അതിന്റെ തത്വം? രാത്രീഹി എന്ന് ബഹുവചനത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരു ദിവസത്തെ കാര്യമല്ല, എല്ലാ ദിവസവും തന്നെയാ ഏർപ്പാട്. ഇനി അതല്ല, അങ്ങനെയൊന്നും നോക്കണ്ട. ഈ ഭഗവാൻ ആ സമയത്തുള്ള പ്രായം എത്രയാ? 7-8 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പൊ അത് ഒരു കുട്ടിക്കളിയാണ് എന്ന് പറഞ്ഞാൽ ഇത് അത്ര കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമല്ല. ഇതൊരു കുട്ടിക്കളിയാണ്. ഇനി വേറെ ചില ഒന്നുണ്ട്, ഇത് പ്രക്ഷിപ്താണ്. ഇപ്പോ കാളിദാസന്റെ കുമാരസംഭവം എന്ന് പറയുന്ന കാവ്യം, അതിൽ ഒരുപാട് പ്രക്ഷിപ്ത ശ്ലോകങ്ങൾ എന്ന് പറഞ്ഞ് കുട്ടികൃഷ്ണന്മാരാർ തള്ളിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പ്രക്ഷിപ്ത ശ്ലോകങ്ങൾ ഒരുപാട് തള്ളിയിട്ടുള്ളതിൻ്റെ കൂട്ടത്തിൽ പെട്ടിട്ടുള്ള ഒരു ഭാഗമാണ് ഈ രാസപഞ്ചാധ്യായി. ഇത് ഭാഗവതത്തിലെ ഭാഗമൊന്നുമല്ല, ആരോ ഒരാള് ഇടയിൽ എഴുതി ചേർത്തതാ. ഈ പറഞ്ഞതൊന്നും സ്വന്തം അഭിപ്രായമല്ല. ഇത് പൂർവപക്ഷ. ശാസ്ത്രതത്വസമീക്ഷയുടെ ഒരു സമ്പ്രദായമുണ്ട്. പൂർവപക്ഷം ആദ്യം പറയുക, സിദ്ധാന്തസ്ത്വന്യതമഃ. ഇനി അതിൻ്റെ സിദ്ധാന്തം എന്താണ്? ഇങ്ങനെയൊക്കെ ചില വിവരദോഷികളായിട്ടുള്ള, ബുദ്ധിക്ക് സ്ഥിരത ഇല്ലാത്ത, തത്വജ്ഞാനമില്ലാത്ത ആളുകൾ ചിലർ പറയുന്നുണ്ട്. ഈ പറഞ്ഞതിന് സമാധാനം എന്താ എന്നുള്ളതാണ്. പല ഗ്രന്ഥങ്ങളിലായിട്ട് രാസപഞ്ചാധ്യായിയെ കേന്ദ്രീകരിച്ചിട്ട് ശ്രീധരീയത്തിലും മറ്റു പല ഗ്രന്ഥങ്ങളിലും ഭാഗവതത്തിന്റെ പ്രാമാണ്യമായിട്ടുള്ള വ്യാഖ്യാനം ശ്രീധരിയാണെന്നുണ്ടെങ്കിലും മറ്റു പലതും പ്രാമാണ്യമുള്ളതാണ്. നമുക്ക് കേരളീയർക്ക് പൊതുവെ അത്രയ്ക്ക് ശ്രദ്ധ കുറവായിരിക്കുക. കേരളീയരെ എല്ലാവരും ശ്രീധരി മാത്രമേ നോക്കണുള്ളൂ. ക്ഷമിക്കണം. അപ്പോൾ ഈ അത് വെച്ച് നോക്കുമ്പോൾ ഈ പറയുന്നതിന് എന്താ സമാധാനം? സമാധാനം അത്രയേ ഉള്ളൂ. ആദ്യത്തെ നിങ്ങളുടെ പ്രശ്നം എന്താ? യോഗം പരദാര പരിഗ്രഹം എന്നല്ലേ പറഞ്ഞത്? അതിന് ആദ്യം തന്നെ അതിൽ ഭാഗവതത്തില് തത്വമല്ലാണ്ട് ഒന്നും പറയുന്നില്ല. യോഗമായാം ഉപാശ്രിത, അത് തന്നെ അതിന് ഉത്തരാണ്. അപ്പോ ജ്ഞാനാത്മകമായിട്ടുള്ള ആനന്ദത്തിൽ രമിക്കുക, ജ്ഞാനാനന്ദത്തിൽ രമിക്കുക, അതിന്റെ തത്വബോധം ഉണ്ടാവുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. യോഗമായെ സമാശ്രയിച്ചും കൊണ്ട് ഗോപികമാർക്ക് എല്ലാവർക്കും ജ്ഞാനാനന്ദത്തിൽ ആരായി ഗോപികമാര്? ഗോപിക, എന്തേ ഗോപിക എന്ന് പേര് കൊടുക്കാൻ കാരണം ഉണ്ടായത്? നമുക്ക് ഓരോ ശബ്ദത്തിനും അർത്ഥമുണ്ട്. എന്താ ഗോപിക എന്ന് കൊടുക്കാൻ കാരണം? ഗോപയതി ആത്മാനം രക്ഷതീതി ഗോപിക. സ്വന്തം തത്വത്തിനെ, ആത്മബോധത്തിനെ പരിരക്ഷിക്കുന്ന ആളാണ്. ഞാൻ ആരാണ്, എന്തിനാ ഇവിടെ വന്നത്? ഭാഗവതം കേട്ടു, 10ാമത്തെ തവണയായി. ഇതിൽ നിന്ന് എന്താ തത്വം എനിക്ക് കേൾക്കാനുള്ളത്, മനസ്സിലാക്കാനുള്ളത്, ധരിക്കാനുള്ളത്, ആചരിക്കാനുള്ളത്? ഇതിനെ ഉൾക്കൊള്ളുന്ന ആള് ഗോപിക. അങ്ങനെ ആത്മാവിനെ മാത്രം, ജ്ഞാനം മാത്രം ഗ്രഹിക്കുന്ന ഒരാൾക്ക് രമ എന്നുള്ള ഒന്നുണ്ടോ? ഇല്ല. ആത്മാനന്ദം, പരമാനന്ദം, ബ്രഹ്മാനന്ദം,
പറയും ആത്മാവാരേ ദ്രഷ്ടവ്യ ശ്രോതവ്യോ മന്തവ്യോ നിതിധ്യാസിതവ്യ. ഉപനിഷത്ത് പറയും, ആ ഉപനിഷത്തിന്റെയും വേദത്തിലും പറഞ്ഞ കാര്യത്തിന്റെ തത്വം തന്നെയാണ്. നിഗമകൽപ്പതരോർഗളിതം ഫലം ശുഖമുഖാത് അമൃതദ്രവ സംയുതം. ആ വേദത്തിലും ഉപനിഷത്തിലും പറഞ്ഞ കാര്യങ്ങൾ വളരെ ഗഹനായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ അത് പറഞ്ഞ കടിച്ചാ പൊട്ടില്ല. ക്ലേശമായിട്ടുള്ള കാര്യമാണ്. ഗുരുകുല സമ്പ്രദായത്തിൽ ക്ലേശം അനുഭവിച്ചുകൊണ്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഇത് സരളമായി സ്വാദു പതേ പതേ അസ്വാദ്യമായിട്ട് പാൽപായസം പോലെ സ്വാദിഷ്ടമായിട്ട് നമുക്ക് വിതരണം ചെയ്തു തന്നിരിക്കുകയാണ് ശ്രീമദ് ഭാഗവതത്തിലൂടെ, കഥയിലൂടെ. അതാണ് യോഗമായാം ഉപാശ്രിത. ജ്ഞാനാത്മകമായിട്ടുള്ള ആനന്ദത്തിൽ രമിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. തത്വ സമീക്ഷാ സത്രത്തിനാണ് വന്നത്. കഥ നിങ്ങളുടെ അടുത്ത് പറയേണ്ട കാര്യമില്ല, പറഞ്ഞാൽ അത് അക്രമമായി തീരും. കാരണം ഇത്രയും പ്രായമായിട്ടുള്ള ആളുകൾ, എത്രയോ ഭാഗവത സപ്താഹങ്ങളും സത്രങ്ങളും കേട്ടിട്ടുള്ള ആളുകളുടെ അടുത്ത് ഈ കഥ മുഴുവൻ വന്ന് പറയാൻ നിന്ന LKG UKG കുട്ടികളുടെ അടുത്ത് പറയാൻ നിൽക്കണ മാതിരി പറയാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടുന്ന് നീട്ട് പോവുക, അത്രേ ഉണ്ടാവുള്ളൂ. നാളെ സത്രത്തിൽ വരില്ല. നാളെ മുതൽക്ക് കഥ പറയാൻ ഉദ്ദേശിക്കുന്നില്ല, തത്വം മാത്രമേ ഉള്ളൂ. അപ്പോ ഇനി അതിന് വേറെയും ഒരു ഇതെന്താ ഉള്ളത്? പരതാര പരിഗ്രഹമൊന്നുമല്ല. ആത്മാരാമോപ്പി അരീരമത്. വീണ്ടും പറയുന്നുണ്ട്, ഭാഗവതത്തിൽ ഒരു ഒറ്റ വാക്ക്, ഭാഗവതത്തിലെ ശ്ലോകം അറിയുന്ന ഒരാൾക്ക്, ഭാഗവതത്തിലെ പദം അറിയുന്ന ഒരാൾക്ക്, ആ പദത്തിന്റെ അർത്ഥം അറിയുന്ന ഒരാൾക്ക്, സുപ്തിങ്ങന്തം പദം എന്ന് പറയും, ആ പദത്തിന് അർത്ഥമുണ്ട്. ആ അർത്ഥം അറിയുന്ന ഒരാൾക്ക് ഇതിനെ മറിച്ച് വ്യാഖ്യാനിക്കാൻ സാധിക്കില്ല. ആത്മാരാമോപി അരീരമത്. രമിക്കുന്നു, സന്തോഷിക്കുന്നു. എന്തിലാ? ആത്മാരാമനാണ്, ആത്മാവിലാണ്. ആത്മാവ് ജ്ഞാനാധികരണം. ആത്മാവെന്നാണ് പറയുക. ജ്ഞാനത്തിന്റെ അധികരണമാണ് ആത്മാവ്. മണ്ണിന്റെ സ്വഭാവം എന്താ? ഗന്ധവതി പൃഥിവി എന്നാണ്. വെള്ളത്തിന്റെ സ്വഭാവം എന്താ? ശീതസ്പർശവത്തി ആപഹ എന്നാണ്. തേജസ്സിന്റെ വിളക്കിന്റെ സ്വഭാവം എന്താ? ഉഷ്ണസ്പർശവ തേജഹ. ഇതിന്റെ ഓരോന്നിനെയും തത്വമുണ്ട്. ആ തത്വത്തില് രമിക്കുന്ന ആള് എന്നാണ് അർത്ഥം. ആത്മാരാമോപി അരീരമത്. ആത്മാരാമനായും കൊണ്ടാണ്, അതിന്റെ തത്വം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അങ്ങനത്തെ ഒരാളെ സംബന്ധിച്ചിടത്തോളം പരതാര പരിഗ്രഹം എന്നുള്ളത് ചിന്തിക്കുന്നത് തന്നെ. അടുത്തത്, ധാരാളം ഗോപികമാരുടെ ഇടയിൽ ഭഗവാൻ ഒറ്റയ്ക്ക എന്നുള്ളത്. അതിനാ പറയണ എന്താ? അതിനും സംശയമൊന്നുമില്ല. ഭഗവാനെ പറഞ്ഞിട്ടുള്ളൂ, ഭഗവാനെ പറഞ്ഞിട്ടുള്ളൂ. വിഷ്ണു സഹസ്രനാമത്തിൽ 1000 ശബ്ദങ്ങൾ ഉണ്ടെങ്കിൽ വിശ്വം വിഷ്ണുർ വഷത്കാരോ ഭൂതഭവ്യ ഭവൽ പ്രഭു ഭൂതഭൽ ഭൂതഭൽ ഭാവ ഭൂതാത്മാ ഭൂതഭാവന 1000 ശബ്ദങ്ങളുണ്ടെങ്കിൽ ഓരോന്നിനും അർത്ഥമുണ്ട്. എല്ലാത്തിനും ഒരേ അർത്ഥമല്ല. അപ്പോ ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഭഗങ്ങൾ ഉള്ള ആളാണ്. ഭഗങ്ങളെന്ന് പറഞ്ഞാൽ എന്താ? ഐശ്വര്യം, വീര്യം, യശസ്, ശ്രീ, ജ്ഞാനം, വൈരാഗ്യം, ഇങ്ങനത്തെ ഒരുപാട് ഗുണങ്ങളെല്ലാം തികഞ്ഞ ഒരാൾക്കേ ഭഗവാൻ എന്ന് പറയുള്ളൂ. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം മണിമ, ലഖിമ, ഗരിമ വലുതാവണം എന്നുണ്ടെങ്കിൽ ഈ ബ്രഹ്മാണ്ടത്തിനേക്കാൾ മുഴുവൻ വലുതാവാൻ സാധിക്കും. ചെറുതാവണം എന്നുണ്ടെങ്കിൽ അണോരണീയാൻ മഹത്തോ മഹീയാൻ എന്നാണ്. അത്രയും വലുതാവാനും ചെറുതാവാനും സാധിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും വിഷയമായിട്ടുള്ള കാര്യമല്ല. പണ്ടൊരു തവണ ഞങ്ങൾ പഠിക്കണ കാലത്ത്, ഗുരുകുലത്തിൽ പഠിക്കണ കാലഘട്ടത്തിൽ, അവിടെ എന്തോ ഒരു വിശേഷം സത്സംഗം ഉണ്ടായ സമയത്താണ് രാമകൃഷ്ണാശ്രമത്തിൽ കാരുണ്യമൂർത്തിയായും കൊണ്ടുള്ള ഞങ്ങളുടെ ഗുരുനാഥൻ സുപ്രഭാനന്ദ സ്വാമിജി. ആകെ സ്ഥലമൊന്നുമില്ല, ചെറിയൊരാശ്രമമാണ്, അന്ന് വലുതായിട്ടൊന്നുമില്ല, ആകെ ഇരിക്കാൻ 1-2 മുറിയുണ്ട്. ആ സമയത്തൊരു സത്സംഗം അവിടെ നടക്കുക. സത്സംഗം കഴിഞ്ഞപ്പോൾ കുറേ പേര് പറഞ്ഞു, സ്വാമി ഞങ്ങൾക്ക് ഇന്ന് ഇവിടെ താമസിക്കണം എന്നുണ്ട്, ഇവിടെ ഒന്ന് സാധന ചെയ്യണം, നല്ല ഗെയിമായില്ലയോ സ്ഥലമല്ലോ. ആയിക്കോട്ടെ, സന്തോഷം സ്വാമിജി പറഞ്ഞു. ഒരു ദിവസം വിഷമമില്ലാതെ കണ്ട് സ്വാമിജിയെ പറഞ്ഞു, എന്താ? സ്വാമിജിയുടെ എല്ലാ സൗകര്യമായിട്ടുള്ള എല്ലാ മുറികളിലും ഭക്തന്മാരെ എല്ലാവരെയും കിടത്തി. എന്നിട്ട് സ്വാമിജി അപ്പുറത്തെ ഏതോ തിണ്ണേമേ ഒരു തോർത്തുമുണ്ടും വിരിച്ചങ്ങോട്ട് കിടത്തി. ഇത്രയേ ഉള്ളൂ. ഭഗവാൻ എന്ന് പറഞ്ഞാൽ ചെറുതാവാനും വലുതാവും രണ്ടും സാധിക്കുന്ന ഒരാളാണ്. അത്രയും ആയിട്ടുള്ള ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഈ ധാരാളം പേരുടെ ഇടയിൽ ഒറ്റയ്ക്കാവുക എന്നുള്ള വിഷയമില്ല. എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഇതെന്റെ ഭഗവാൻ തന്നെയാണ്, ഇതെന്റെ ഭഗവാൻ തന്നെയാണ്, ഇതെന്റെ ഭഗവാൻ തന്നെയാണ്. ഓരോരുത്തർക്കും വേണ്ട രൂപത്തിൽ അവസാനം കഴിഞ്ഞു വരുമ്പോൾ വരും മല്ലാനാമശനി നൃണാം നരപതി ശ്രീനാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ ഭംഗിയായും കൊണ്ട് ആ ഭഗവാന്റെ തത്വം അതിൽ വരുന്നുണ്ട്. അപ്പൊ അതിന് ഇനി വേറൊന്ന്, അടുത്ത ഒരു ആരോപണം നേരത്തെ പറഞ്ഞത് രന്തും മനശ്ചക്രേ. ഭഗവാൻ അഭി രന്തും മനശ്ചക്രേ എന്നല്ലേ പറഞ്ഞത്?
അപ്പോ ഭഗവാന് കുറച്ച് രമത ഉണ്ട് എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ വാക്കിന്റെ അർത്ഥം നമുക്കറിയില്ല, അത്രയേ ഉള്ളൂ. ശ്രീധരസ്വാമി വളരെ ഭംഗിയായിട്ട്, ശ്രീധരീയം വ്യാഖ്യാനാണ് ഭാഗവതത്തിന്റെ ഏറ്റവും ആധികാരികമായിട്ട് എല്ലാവരും പറയാറുള്ളത്. അതിൽ പറയണത് എന്താ? രാസക്രീഡാ വിഡംബനം നാമ കാമജയഖ്യാപനായ ഇതി തത്വം. ഇത്രയും ശ്ലോകങ്ങളുടെ രാസപഞ്ചാധ്യായിയായിട്ട് 5 അധ്യായത്തിൽ ഇത്രയും ശ്ലോകങ്ങളുടെ രാസക്രീഡ പറഞ്ഞതിന്റെ തത്വം എന്താ? ഒരൊറ്റ വാക്കിൽ പറയാം, കാമജയഖ്യാപനായ. ഉദ്ഘോഷണം ചെയ്യാൻ വേണ്ടിയിട്ടാ, പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ടാ. എന്താ പ്രഖ്യാപിക്കണ? സിനിമയിലും എല്ലാ സീരിയലും കാണുന്നല്ല, കാമജയഖ്യാപനായ. കാമനെ ജയിച്ചു എന്നുള്ളതാണ്. അതിൽ ഉദാഹരിക്കണം എന്താ? സാക്ഷാൽ മന്മഥ. മന്മഥന് പോലും, കാമദേവന് പോലും ദേഹത്തിന്റെ ആ വൈഭവം കണ്ടപ്പോ, എല്ലാ ചരാചരങ്ങളിലും വിരാജമാനമായിരിക്കുന്ന ചൈതന്യവത്തായിട്ടുള്ള ആ സ്വരൂപം കണ്ടപ്പോ അദ്ദേഹത്തിന് കൂടി ഒരു ഇളക്കം തോന്നി എന്നാ പറയണേ. സാക്ഷാൽ മന്മഥ. അപ്പൊ ആ ഒരവസ്ഥയിലേക്ക് മന്മഥനെ പോലും അവനാൻ അധീനമാണ്, കാമൻ പോലും അവനാൻ അധീനമാണ് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്താ ഭഗവാൻ പറയണത്? ഭഗവാനഭിരന്തും മനഃശക്രേ എന്ന് പറയുന്നത്. പോരാ, ഭഗവത്ഭാവ രഞ്ജിതമായിട്ടുള്ള ഒരു മനസ്സ്. ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗത്തിന്റെ ഭാവം മാത്രമുള്ള ഒരു മനസ്സാണ്. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം നല്ലതെന്നോ ചീത്താന്നോ ചൂടുള്ളതെന്നോ തണുത്തതെന്നോ സുഖമെന്നോ ദുഃഖം ഒന്നുമില്ല. നിഷ്പക്ഷഭാവമാണ് അദ്ദേഹത്തിന്. ആര് വരുമ്പോഴും നിഷ്പക്ഷഭാവമാണ്. അപ്പൊ പിന്നെന്താ ഓരോരുത്തർ വരണവർക്ക് അനുസരിച്ചിട്ട് കൊടുക്കണു, വന്നതിനനുസരിച്ച് കൊടുക്കുക. ഒരാൾ അമ്പലത്തിൽ തൊഴാൻ പോയി, ഗുരുവായൂർ അമ്പലത്തിൽ തൊഴാൻ പോയപ്പോ എന്ന് പറഞ്ഞു, അവിടുത്തെ കമ്മിറ്റിക്കാരെല്ലാവരെയും പറഞ്ഞു കുറച്ച് നേരത്തെ ഫ്രണ്ടിൽ ക്യൂ ഒന്നും ഇല്ലാതെ കണ്ട് നേരത്തെ കൂട്ടി തൊഴാൻ എന്തൊക്കെയോ കൊടുത്തൊക്കെ ഏർപ്പാടാക്കി തൊഴാൻ പോയി ഒക്കെ തൊഴുത് പുറത്തേക്കാണ്ട് വന്നു എന്നാണ്. വേറൊരാൾ വളരെ പ്രായമായിട്ടുള്ള ഒരു സ്വാമിജി വയ്യായുണ്ട്, എന്നാലും ശരി ഗുരുവായൂരപ്പ ജയിച്ചുകൊണ്ട് അവിടെ ചെന്ന് ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ 4 മണിക്കൂർ ക്യൂ നിന്നുകൊണ്ട് പോയി തൊഴുത് വന്നു. കഴിഞ്ഞ് വന്നപ്പോൾ എന്താണ്ടായി എന്നാ പറയണത്? ഈ 3-4 മണിക്കൂർ 4-5 മണിക്കൂർ ക്യൂവിൽ എത്ര പേര് നിൽക്കുന്നുണ്ടായിരുന്നു? അവർ ഈ ജന്മത്തിലും അതിന്റെ മുമ്പത്തെ ജന്മത്തിലും ജന്മജന്മാന്തരങ്ങളിലും ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളും ഹോൾസെയിലായിട്ട് ആ നേരത്തെ കയറിയ ആളാ മേടിച്ചു എന്നേ ഗുണമുണ്ടായുള്ളൂ എന്നാ പറയണത്. ഉണ്ടായ സംഭവമാണോ? തെളിവുണ്ടായിട്ടല്ല, ഓട്ടൂര് പറഞ്ഞിട്ടുള്ളൊരു കഥയാണത്. അപ്പോ നിഷ്പക്ഷഭാവാണ് ആ നിഷ്പക്ഷഭാവം. ഇനി അടുത്ത പൂർവപക്ഷം കൊണ്ടുവന്ന എന്താ? വനിതാ ശതമയൂഖൈഹി. നമ്മളൊരു ശാസ്ത്രമാണത്, തത്വസമീക്ഷാശാസ്ത്രമാണ്. ഈ കഥ പറയലല്ല, ശാസ്ത്രമാണ്. അത് യുക്തിക്കും ബുദ്ധിക്കും ശാസ്ത്രത്തിനും നിരക്കുന്നതാവണം. വനിതാ ശതമയൂഖൈഹി. എന്താ? 110 കോടി ശരിയാണ്, സമ്മതിച്ചു. ഈ 110 കോടി എന്ന് പറയുന്ന ഉദ്ദേശിക്കുന്നത് എന്താ? ജീവാത്മാക്കളുടെയും പരമാത്മാക്കളുടെയും തമ്മിലുള്ള സംയോഗമാണ്. ജീവാത്മാക്കളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് അവിദ്യ ഉണ്ട്. നമുക്ക് ചില കാര്യങ്ങൾ എന്താ ചെയ്യേണ്ടതൊന്നും നിശ്ചയില്ല. നമുക്ക് ഊണ് കഴിക്കാൻ വന്നു, എന്താ മന്ത്രം ചെല്ലണ്ട നമുക്ക് നിശ്ചയില്ല. ഭോജന മന്ത്രം ആവും, അത് ചെല്ലാൻ മറന്നു. അപ്പോഴേക്കും ചോറ് വരാൻ തുടങ്ങി. ചോറ് വിളമ്പി, കൂട്ടാൻ വിളമ്പി, ഉപ്പേരി വിളമ്പി, അതിൻ്റെ ഇടയിൽ ഭോജന മന്ത്രം ചെല്ലാൻ മറന്നു. രാവിലെ നീട്ടപ്പോഴേക്കും ബെഡ് കോഫി കൊണ്ടങ്ങോട്ട് വന്നു. ആ പല്ലേക്കണം എന്നൊക്കെ വേണമെന്നുണ്ടായിരുന്നു. ബ്രാഹ്മേ മുഹൂർത്തെ ഉത്തിഷ്ഠേ സ്വസ്ഥോ രക്ഷാർത്ഥമായ ശരീരചിന്താ നിർവർത്തിയ കൃതശൗച വിധിസ്തത എന്നൊക്കെ അഷ്ടാംഗഹൃദയ സൂത്രസാധനത്തിൽ പറയും. ഇതൊക്കെ ഇവിടുന്നൊക്കെയോ കേട്ടിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ആ ചായ അങ്ങോട്ട് വന്നപ്പോൾ അതൊക്കെ മറന്നു, നേരെ കുടിച്ചു. നിങ്ങളുടെ കാര്യമല്ല പറഞ്ഞിട്ടോ, നിങ്ങളൊക്കെ എല്ലാം സാത്വികരായിട്ടില്ല, ചില ആളുകളുടെ കാര്യമാണ് പറഞ്ഞത്. നിങ്ങളൊക്കെ തികഞ്ഞ ആളുകളാണ് കേട്ടോ, അതല്ല. അപ്പോ വനിതാശതമയൂഖൈഹി എന്ന് പറയുന്നത് എന്താ? പരമാത്മാവും ജീവാത്മാവിനെ സംബന്ധിച്ചിടത്തോളം സാത്വികം രാജസം താമസം 3 ഗുണങ്ങളുണ്ട്. സത്വം രജസ് തമ ഇതി മാനസാസ്യത്രയോ ഗുണാഹ തേഷാം ഗുണാനാം സാമ്യം സദാഹു സ്വാസ്യ ലക്ഷണം വാദം പിത്തം കഫശേതി ത്രയ ശാരീരജാ ഗുണാഹ തേഷാം ഗുണാനാം സാമ്യം സദാഹു സ്വാസ്യ ലക്ഷണം സമദോഷ സമാഗ്നിശ സമധാതുമലക്രിയ. അപ്പൊ ശരീരത്തിനും മനസ്സിൻ്റെതുമായിട്ടുള്ള ചില ഗുണങ്ങളുണ്ട്. ഈ ഭാഗവതം മുഴുവൻ പറയുന്നത് എന്താ അറിയോ? ഈ ഗുണങ്ങൾക്കനുസരിച്ച് ഭാഗവതത്തിന്റെ തത്വം മനസ്സിലാക്കാതെ കണ്ട് ഭാഗവതം വായിച്ചാൽ ഭക്ത്യോഖവർദ്ധനം യച്ച കൃഷ്ണ സന്തോഷഹേതുകം. പ്രഥമ സ്കന്ധത്തിൽ പറയുന്നുണ്ട്. ഭാഗവതം എന്ന് പറഞ്ഞാൽ എന്താ? വേദത്തിലുള്ള തത്വം തന്നെയാ പറയണത്. പക്ഷെ ആ ഭക്തി, അതിനോടുള്ള ഭക്തി വർദ്ധിപ്പിക്കാതെ ഭാഗവതത്തിന്റെ ധർമ്മമുള്ളൂ എന്നാണ്. അപ്പൊ ആ ഭക്തി ഉണ്ടാവുക. അതില്ലാത്ത ആളുകൾ ഇതൊക്കെ വായിക്കാൻ നോക്കിയ വിവേകാനന്ദ സ്വാമിജി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ പറയേണ്ടായിട്ടെന്നാണ്. കുറച്ച് മനസ്സിന് ഇരുത്തവും സാമാന്യം പക്വതയും ഇല്ലാത്തവര് രാസക്രീഡ എന്നുള്ളത് കേൾക്കാനും പാടില്ല, വായിക്കാനും പാടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്.
മനസ്സിന് കുറച്ച് ഇരുത്തം വേണം. ഓരോ അതാണ് നമ്മൾ ശാസ്ത്രങ്ങൾ പഠിക്കുന്ന സമയത്ത് അധികാരി ലക്ഷണമുണ്ട്. ഓരോ ശാസ്ത്രത്തിനും അധികാരി ലക്ഷണമുണ്ട്. ഭാഗവതത്തിൽ അധികാരി ലക്ഷണം പ്രഥമസ്കന്ധത്തിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ കേമായിട്ട് കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണു. ഇനി രാത്രീഹി എന്ന് ബഹുവചനത്തിൽ പറഞ്ഞേക്കണത് എന്തിനാ? രാത്രി എന്ന് പറഞ്ഞാൽ പോരെ, ബഹുവചനത്തിൽ പറഞ്ഞത് എന്തിനാ? അതെന്തിനാന്ന് ചോദിച്ചാൽ പറയും യാ നിശാ സർവഭൂതാനാം തസ്യാം ജാഗർത്തി സംയമി യസ്യാം ജാഗ്രതി ഭൂതാനി സാ നിശാ പശ്യത്തോ മുനേഹേ. ഇപ്പൊ ഇവിടെ പ്രഭാഷണം നടക്കുന്നുണ്ട്, നിങ്ങളെല്ലാവരും ഇവിടെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഇരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ബുദ്ധിമുട്ടുമില്ല. നല്ല കസാല ആയതുകൊണ്ട് ചാരി ഇരിക്കാനും സുഖമുണ്ട്. ഫാനും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഉറങ്ങാൻ പരമസുഖ. പിന്നെ പറയണത് രാസക്രീഡയും കൂടിയും പാകായില്ലേ. അപ്പൊ പിന്നെന്താ, സ്വാമിജിക്ക് ടെൻഷനില്ല, അവിടെ വന്ന് നോക്കേണ്ട കാര്യമില്ല എന്താ നടക്കണമെന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം അവിടെ പോയിട്ട് കുറച്ച് വിശ്രമിക്കുക. അതല്ല, പ്രഭാഷണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇവിടെ വന്ന് ശ്രദ്ധിക്കേണ്ടി വരും. ഒരാൾ അവനോട് നടന്നുപോയി, ഒരാളിങ്ങോട്ട് നടന്നുപോയി, പ്രഭാഷകനെ കാണാനില്ല, മറ്റേത് കാണാനില്ല, മറിച്ചത് കാണാനില്ല, ഓരോന്ന് ശ്രദ്ധിക്കേണ്ടി വരും. യാ നിശാ സർവഭൂതാനാം സത്യാം ജാഗർത്തി സംയമി. എല്ലാവരും വിശ്രമിക്കുന്ന സമയത്ത് നമ്മൾ അലർട്ടാവണം എന്നുള്ളത് രാത്രീഹി എന്നുള്ളത് കൊണ്ടുണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അതില് ചെറിയൊരു വർണ്ണന പറയുന്നുണ്ട്. ഊരു നീവി സ്തനം അലഭത എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില വർണ്ണനകളുണ്ട്. അത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ ഗോപി എന്നുള്ള ശബ്ദത്തിന്റെ അർത്ഥത്തിലേക്ക് ഒന്ന് കടന്നാൽ മതി. ആ ശബ്ദത്തിന്റെ അർത്ഥത്തിന്റെ സ്വന്തം ആത്മാവിനെ, ജ്ഞാനത്തിനെ രക്ഷിക്കുന്ന ഒരാള് എന്നുള്ള അർത്ഥത്തിൽ പറയുമ്പോൾ ഇത് വളരെ സാർത്ഥകമായിട്ടുള്ള താത്വികമായിട്ടുള്ള കഥയാണ്. അതിൽ പറയുന്നുണ്ടല്ലോ, തവ കഥാമൃതം തപ്തജീവനം കവിഭിരീഡിതം കർമ്മ. ഈ ലോകത്തിലെല്ലാവർക്കും ഉള്ളത്, ബ്രഹ്മചാരിയായാലും ഗൃഹസ്ഥനായാലും വാനപ്രസ്ഥനായാലും ഡോക്ടറായാലും എഞ്ചിനീയറായാലും ടീച്ചറായാലും, എനിക്ക് വളരെ സുഖമായിട്ടുള്ള വീട്ടിലായിരിക്കണത്. വീട്ടിൽ നല്ല കാറുണ്ട്. കാറിലിപ്പോൾ സത്രത്തിന് പോരാന്ന് വിചാരിച്ചിരിക്കുമ്പോൾ അതിൻ്റെ ടയറ് പൊട്ടി. അതുകൊണ്ട് പോരണ വഴിക്ക് ഇങ്ങോട്ട് പോരണ വഴിക്കാൻ നോക്കിയപ്പോൾ അതിൽ പെട്രോൾ ഇല്ല. അപ്പം എന്തേണ്ടായി, കേമയും കൊണ്ടൊരു കാറിന് മേടിച്ചു. സത്രത്തിന് 1:15 പ്രഭാഷണം ഉണ്ടോന്നൊക്കെ വിചാരിച്ച് പുറപ്പെടണമെന്ന് വിചാരിച്ച് ബണ്ടായിട്ട് പോയതായ പുറപ്പെട്ട എത്തിയപ്പോഴേക്കും 2:30 പ്രഭാഷണം കഴിഞ്ഞു. അപ്പോ ദുഃഖങ്ങൾ എല്ലാവർക്കും ഉണ്ട്. ആധ്യാത്മികം, ആധിഭൗതികം, ആധിദൈവികം എന്ന് പറഞ്ഞ് 3 വിധത്തിലുള്ള ദുഃഖങ്ങളുണ്ട്. ഈ 3 ദുഃഖങ്ങൾ ഇല്ലാതെ കണ്ടാക്കുക. ഭക്തി എന്നുള്ളത് വരണം എന്നുണ്ടെങ്കിൽ ആദ്യം ഭഗവാൻ ഞാൻ എന്നുള്ള മാറ്റം ഉണ്ടാവരുത്. അതാണ് പറയുന്നത്. ഭഗവാനും ഞാനും തമ്മിലുള്ള മാറ്റമില്ല, വ്യത്യാസമില്ല. ഞാൻ തന്നെയാണ് ഭഗവാൻ, ഭഗവാന്റെ ദാസന്റെ 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 ദാസന. ആ ഭാവം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ചൈതന്യാമൃതത്തില്. ഇനി അതേ ചോദ്യത്തിന്റെ തന്നെ ഉത്തരമായും കൊണ്ട് ചൈതന്യാമൃതം എന്ന് പറയുന്ന ഭാഷ്യമുണ്ട് ശ്രീമദ് ഭാഗവതത്തിന്. നമ്മളൊന്ന് നോക്കി വായിക്കണം. 10ാമത്തെ സത്രായില്ലോ. അപ്പൊ ഏകദേശം കഥയൊക്കെ നമുക്ക് നല്ലോണം മനസ്സിലായിക്കണു. ഇനി അതിന്റെ തത്വത്തിലേക്ക് നമുക്ക് കടക്കാൻ സാധിക്കണം. ചൈതന്യാമൃതം ഭാഷ്യം നോക്കിക്കഴിഞ്ഞാൽ മദനമോഹൻ പറയുന്നുണ്ട്, മത്സ്യകൂർമാദി അവതാരങ്ങളില് ഭഗവാന് ഒരു ലോകബന്ധവും ഇല്ല. ശരിയാണോ? കേൾക്കുന്നുണ്ടോ നിങ്ങള്? എന്തെന്ന് കേൾക്കുന്നുണ്ട്? തീവണ്ടിയുടെ ശബ്ദോ? ഭാഗവതത്തിന്റെ കഥ കേൾക്കാനുള്ള അമൃത സമുദായം കൊണ്ടുള്ള കഥയാണത്. അത് കേൾക്കാൻ മഹത്തായിട്ടുള്ള ഒരു അവസരമാണ്. ഇതൊക്കെ പറയുന്നത് നമ്മളാരുമല്ല, ഭഗവാന്റെ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം കൊണ്ടും സ്വാമിജിയുടെ കാരുണ്യം കൊണ്ടുമാണ് അതൊക്കെ പറയാനും ചെയ്യാനും സാധിക്കണത്. സത്രം, എന്താ ഈ സത്രം എന്ന് പറഞ്ഞ അർത്ഥം? 1000 ദശവംശതേ യജ്ഞഹാസത്രം എന്നാണ് പറയുക. 1000 വർഷം തുടർച്ചയായി നീണ്ടു നിൽക്കുന്ന. നമ്മൾ ഓരോ വാക്കുകൾ പറയുമ്പോൾ സൂക്ഷിക്കണം. ഒരു തവണ ഒരു സ്കൂളിൽ ഇൻസ്പെക്ഷന് പോകണ്ടായി. ഇൻസ്പെക്ഷന് പോയ സമയത്ത് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, എല്ലാം ഭംഗിയായി കഴിഞ്ഞ സമയത്ത് അവിടുത്തെ ഹെഡ് മിസ്ട്രസ് പറഞ്ഞു, ഇവിടുത്തെ ഒരു കുട്ടിയുണ്ട് ആചാര്യ, ആ കുട്ടിയുടെ കാര്യം വളരെ മോശമാണ്. അത് പിന്നെ സ്കൂള് കണ്ടറിയാലോ, ഏതായാലും പറഞ്ഞില്ല. അപ്പോ ആ കുട്ടി ക്ലാസ്സിൽ വന്നിരുന്ന ഉറങ്ങുകയാണ്. അത് ടീച്ചർമാരുടെ ഗുണം അത്രണ്ട് വിശേഷമാണെന്ന്. പിന്നെ ഉറങ്ങുക ഭേദേ. എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണം ആചാര്യ. ശരി, ആ കുട്ടിയെ വിളിച്ചു കാര്യങ്ങളൊക്കെ ചോദിച്ചു. പണ്ടൊക്കെ പറയുമല്ലോ, കുപുത്രോ ജായേത ക്വചിതപി കുമാതാനൈവ ഭവതി. ഇന്നിപ്പോ അതൊക്കെ മാറ്റേണ്ടി വരുമെന്ന് ഇഷ്ടമില്ല. നോക്കി വന്നപ്പോ ആ കുട്ടി ഉണ്ടായ സംഭവമാണ് കേട്ടോ, കഥയൊന്നുമല്ല. ആ കുട്ടിയോട് ചോദിച്ചു വന്നപ്പോ ആ കുട്ടി പറയാ, എനിക്ക് വീട്ടില് കിടന്നുറങ്ങാൻ പറ്റില്ല ആചാര്യ. ഒരു പരിചയമില്ല, ആദ്യമായിട്ട് കാണുകയാണ്. കിടന്നുറങ്ങാൻ പറ്റില്ല. അപ്പുറത്തെ ടീച്ചറും ഉണ്ട്.
ടീച്ചറുടെ മുമ്പിൽ വെച്ചിട്ട് പറയാ ഉറങ്ങാൻ പറ്റില്ല. എന്താ? എൻ്റെ വീട്ടിൽ അച്ഛൻ ഓരോരോ ദിവസവും രാത്രി ഓരോരുത്തരെ വിളിച്ചു കൊണ്ടുവരും, അവരെ സന്തോഷിപ്പിക്കല എൻ്റെ പണി. ഇത്രയും ധാർമ്മികമായിട്ടുള്ള രാജ്യത്തിൽ നടക്കുന്ന കാര്യമാണ് പറയണേ. രാത്രി മുഴുവൻ ഓരോരുത്തരെ സന്തോഷിപ്പിക്കലാണ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയുടെ പണി. ആ കുട്ടിയുടെ ധാർമ്മിക ബോധത്തിലുണ്ടാവും, ശാരീരികമായിട്ട് മാനസികമായിട്ട് ആധ്യാത്മികമായിട്ട് എന്ത് വിവരം കൊടുക്കണം. എന്നിട്ട് പകൽ സമയത്ത് അതിന് ട്യൂഷന് കൊടുക്കുന്നുണ്ട്. ഡാൻസ് ക്ലാസ് ഉണ്ട് കേട്ടോ അവിടെ. ഭാഗവതത്തിനൊന്നും പോണ്ട, അവിടെ ഡാൻസ് ക്ലാസ്. TV-യിൽ സീരിയൽ ഒരൊറ്റെണ്ണം മുടങ്ങാണ്ട് കാണുകയും വേണം. എങ്ങനെയാ കുട്ടിക്ക് എന്തെങ്കിലും ഒരു നന്മ ഉണ്ടായാൽ അത് ഭഗവാന്റെ പരമകാരുണ്യം എന്നേ വിചാരിക്കുകയും. അപ്പോൾ അതുപോലെയാണ്. അപ്പോൾ പറഞ്ഞു വന്നത് മത്സ്യകൂർമാദി അവതാരങ്ങളിൽ ഒരു അവതാര ധർമ്മം അനുഷ്ഠിക്കാൻ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണത്. ചൈതന്യാമൃതത്തിൽ ചൈതന്യം പറയുന്നത് അത് അതിന് കുറേ പൂർവോക്ഷങ്ങളുണ്ടല്ല എന്നല്ല, പക്ഷെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. മത്സ്യാവതാരം നോക്കൂ, ഒരു പ്രത്യേക ധർമ്മം അനുഷ്ഠിക്കാണ്ട് ആ ധർമ്മം അനുഷ്ഠിച്ചു അവതാരം എന്ന് പറഞ്ഞാൽ എന്താ? മത്സ്യാദിപിത് അവതാരേര് അവതാരവത അവതാരഗത. അവതാരം എന്ന് പറഞ്ഞാൽ അവതാരയതി ഇതി അവതാര. 1.25 മണിക്കൂർ അല്ലെങ്കിൽ 10 ദിവസം ഈ ഭാഗവത സത്രം നമ്മൾ കേട്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന് കുറച്ചെങ്കിലും വികാസം ഉണ്ടാവണം, കുറച്ചെങ്കിലും ഉയർച്ച ഉണ്ടാവുക. അവതാരയതി, ഉയർത്തുക, മനസ്സിനെ ഉയർത്തുക എന്നുള്ളതാണ് അവതാരം എന്നുള്ളതിൻ്റെ അർത്ഥം, ശബ്ദത്തിൻ്റെ അർത്ഥം. മത്സ്യാദി അവതാരങ്ങളിൽ ആ ഒരു ചെറിയൊരു ധർമ്മം മാത്രം അനുഷ്ഠിക്കുന്നു പോണു. കൂർമാവതാരത്തിലോ തന്നെ, വാമനാവതാരത്തിലോ തന്നെ പൂർണ്ണ ജീവിതമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം അതുകൊണ്ട് അങ്ങനെ വന്നതുകൊണ്ട് എന്ത് വന്നു വെച്ചാൽ ലൗകികമായിട്ടുള്ള ഒരു കാര്യങ്ങളിലും ഇടപെടേണ്ട കാര്യം വന്നിട്ടില്ല. വിടാനന്ദ സ്വാമി വളരെ വിശേഷമായിട്ട് ഈ വൈഷ്ണവതോഷണി എടുത്ത് പറയാറുണ്ട്. ഇതിനൊക്കെ അറിയണ കാര്യമാണെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞാൽ ശ്രീരാമാവതാരം വന്നു. അവതാരം വന്നപ്പോൾ എന്താന്ന് വെച്ചാൽ ധർമ്മത്തിൻ്റെ മൂർത്തി അദ്ദേഹം. അതുകൊണ്ട് എന്താ വെച്ചാൽ ആ സന്ദർഭത്തിലും കാമദേവന് പ്രഹരിക്കാൻ സാധിച്ചില്ല. കാരണം ധർമ്മിഷ്ഠനായിട്ടുള്ള ഒരാളാണ്. ഒരുപാട് ഘട്ടങ്ങൾ വന്നിട്ടും കാമദേവന് പ്രഹരിക്കാൻ സാധിച്ചിട്ടില്ല. വൈഷ്ണവതോഷിണി പറഞ്ഞതുണ്ടോ, ആചാര്യൻ്റെ അഭിപ്രായമല്ല. അങ്ങനെ വന്നപ്പോൾ ക്ഷമിക്കണം, ഇനി ഭഗവാൻ അവരെ ഭർത്തൃസന്നിധി ഗോപികമാർ ആദ്യം വന്ന സമയത്ത് ഭഗവാൻ എന്ത് ചെയ്തു? നിങ്ങളെല്ലാവരും ഭർത്താക്കന്മാരുടെ അടുത്തേക്ക് എന്നെ തിരിച്ചു പൊക്കോളൂ, ഭർത്താവിനെ ശുശ്രൂഷിക്കൂ എന്ന് പറഞ്ഞ് തിരിച്ചങ്ങോട്ട് അയച്ചു. ആ സമയത്തും കാമദേവന് പ്രഹരിക്കാൻ തരായില്ല. ഇങ്ങനെ വന്ന സമയത്ത് എന്താ? മന്മഥ. നമ്മൾ ശബ്ദങ്ങളുടെ അർത്ഥം മനസ്സിലാവണം. അങ്ങനെ വന്ന സമയത്ത് യമുനാതീരത്ത് സുന്ദരമായിട്ടുള്ള പ്രകൃതി അനുഗുണമായിട്ടുള്ള അന്തരീക്ഷത്തിൽ ഇതേ ഭഗവാൻ അങ്ങോട്ട് കണ്ടപ്പോൾ മോഹിച്ചതാരാ? ഗോപിമാരും കൃഷ്ണനും അല്ല, കാമദേവൻ തന്നെ മോഹിച്ചു എന്നാണ് പറയുന്നത്. സൗന്ദര്യോത്തരതോപി സുന്ദരതമം. നമുക്ക് ഓരോന്നിനും ഒരു മാതൃക വേണമെന്നുണ്ടെങ്കിൽ ഏറ്റവും അധികം ശക്തനായിട്ടുള്ള ആളാരാ? ഏറ്റവും അധികം ഭക്തിയുള്ള ആളാരാ? ഏറ്റവും അധികം എല്ലാം ഭഗവാൻ തന്നെയാ. അപ്പൊ സൗന്ദര്യം എന്നൊന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ സൗന്ദര്യം എങ്ങനെയായാലാണ് ഏറ്റവും അധികം സുന്ദരാവുക? അതിന് നല്ലൊരു ഉദാഹരണം പറയാറുണ്ട്. മള്ളിയൂര് പറയാറുണ്ട്. കണ്ഠേ മേഖലയാ നിതംബഫലകേ താരേണ ഹാരേണവാ പാണയോ നൂപുലബന്ധനേന ചരണേ കേയൂരപാശേനവാ. നല്ല ആഭരണം കഴുത്തിലിട്ടിട്ടുണ്ട്. എന്താ? കഴുത്തിൽ നല്ല ആഭരണം ഇട്ടുണ്ടെന്ന്. എന്തെന്നാ? അരഞ്ഞാണം കഴുത്തിലിട്ടിട്ടുണ്ട്. നിതംബഫലകേ താരേണ ഹാരേണവാ. അരക്കെട്ടുമേ നല്ല മാല കെട്ടിയിട്ടുണ്ട്. പാണവോ നൂപുരബന്ധനേന. കയ്യുമേ നല്ല കിങ്ങിണി കെട്ടിയിട്ടുണ്ട്. ചരണേ കേയൂരപാശേനവ. കാലുമേ നല്ല അസലായും കൊണ്ടുള്ള കേയൂരം കെട്ടിയിട്ടുണ്ട്. ശൗര്യേണ പ്രണതവ. ആരെങ്കിലും ഒരു ശത്രു, കാമേഷ ക്രോധേഷ 2 ശത്രുക്കളാണുള്ളത്. ഈ ശത്രുക്കളെ ആക്രമിക്കാൻ വരുന്ന സമയത്ത് നമസ്കാരം. ഒരു പാമ്പ് കൊത്താൻ വരുന്ന സമയത്ത് നമസ്കാരം. ശൗര്യേണ പ്രണതവും കരുണയാ ആയാതികേ ഹാസ്യത. അപ്പൊ ഈ സൗന്ദര്യം എന്നുള്ളത് വേണ്ട ദിക്കിൽ വേണ്ട പോലെ ആയി കഴിഞ്ഞാലേ ഈ സൗന്ദര്യമാവുള്ളൂ. അതെങ്ങനെയാവണം എന്നുള്ളത് കാമദേവന് കാണിച്ചു കൊടുക്കാൻ അദ്ദേഹത്തിന് ഒരു സ്റ്റേജിൽ വന്നപ്പോൾ ബ്യൂട്ടി പാർലറിൽ പോയപ്പോൾ ഡ്രസ്സിങ് ഒന്നും ശരിയായില്ല. അപ്പൊ അതൊന്ന് വേണ്ട പോലെ എങ്ങനെയാ വേണ്ടെന്നൊന്ന് കാണിച്ചു കൊടുത്തു എന്നേ അവിടെ ഉണ്ടായിട്ടുള്ളൂ. അല്ലാണ്ട് അതിൽ ഭഗവാന് ഇതൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് പറയണത്. ഇതിനേക്കാൾ വളരെ വിശിഷ്ടമായിട്ടുള്ള വേറൊരു വ്യാഖ്യാനം പറയുന്നുണ്ട്. വൈഷ്ണവതോഷിണി എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. നമ്മളിതൊക്കെ ഭാഗവതത്തിന് എത്ര ഭാഷ്യങ്ങളുണ്ടെന്നറിയോ നിങ്ങൾക്ക്? വെറും ഗ്രന്ഥം മാത്രമല്ല, ഒരുപാട് ഭാഷ്യങ്ങളുണ്ട്. അദ്വൈതമായിട്ടുള്ള ഭാഷയുണ്ട്, ദ്വൈതമായിട്ടുണ്ട്, വിശിഷ്ടാദ്വൈതമായിട്ടുണ്ട്, ദ്വൈതാദ്വൈതമായിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ തത്വം നമുക്ക് മനസ്സിലായി. ആർക്ക് വേണമെന്നുണ്ടെങ്കിലും ഭാഗവതം വായിച്ചാൽ ഇതെൻ്റെ കഥ തന്നെയാട്ടോ പറയണത്
ഇത് ഞാൻ തന്നെ പറയാൻ തോന്നിയ കഥ തന്നെയാട്ടോ എന്നാ പറയണ. വൈഷമദോഷിണിയിൽ എന്താ പറയണ അറിയോ? നല്ല ദോഷമുണ്ട്, പിത്തത്തിന്റെ ദണ്ണുണ്ട്. അപ്പൊ ഈ പിത്തത്തിന്റെ ദണ്ണ അങ്ങോട്ട് പിടിച്ചു കഴിഞ്ഞാണ്ടല്ലോ കൽക്കണ്ടത്തിന്റെ മധുരം പോലും മധുരം പോരാ. ഉച്ചയ്ക്ക് പ്രസാദം കഴിച്ചു, പാൽപ്പായസം മധുരം പോരാ, അത് കയപ്പാ. എന്തെന്നാ ഇവിടെ പ്രസാദം തന്നത് കയപ്പാ. എന്നാ കയപ്പ് പോവാൻ എന്താ ചെയ്യാ? കുറച്ച് പുളിയായിട്ട് എന്തെങ്കിലും കഴിക്കാൻ നോക്കുക. അങ്ങനെയല്ലേ ആയുർവേദത്തിൽ പറയാ, ഈ കയ്പ്പ് വായയുടെ കയ്പ്പ് പോവാൻ പുളിയായിട്ട് എന്തെങ്കിലും കഴിക്കാൻ നോക്കുക. അതിനേക്കാൾ നല്ലത് നമ്മുടെ ദണ്ണം മാറ്റാൻ നോക്കിയാൽ പോരെ. ഇപ്പം ഈ കയ്പ്പും പുളിയും അടുക്കളയിലുള്ള സാധനങ്ങളുടെ രുചി മാറ്റാൻ നോക്കണേക്കാൾ അധികം നമ്മുടെ ദണ്ണം മാറ്റാൻ നോക്കിയാൽ പോരെ. രാസക്രീഡ എന്ന് പറഞ്ഞാൽ പരമമായിട്ടുള്ള ഒരു ഭക്തി എന്നുള്ളതിൻ്റെ ഒരു ദർശനമാണ് അവിടെ കാണിക്കണത്. എന്താണ് ഭക്തി എന്നുള്ളത്? പ്രേമാർദ്രബുദ്ധി ഭക്തി. നിർവചനങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ബുദ്ധി വളരെ ആർദ്രമായിട്ടുള്ളതാണ്, അല്ലെ, മൃദുലമായിട്ടുള്ളതാണ്, കോമളമായിട്ടുള്ളതാണ് നമ്മുടെ ബുദ്ധി. ആ ബുദ്ധിയാവുന്ന അവസ്ഥ പ്രേമാർദ്ര ബുദ്ധി ഭക്തി. ഭാഗവത്തിൽ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, ആ പ്രേമാർദ്ര ബുദ്ധിയായി കൊണ്ടുള്ള അവസ്ഥ അതിലേക്ക് എത്തിക്കുക. അതാണ് ഭക്തിയുടെ. ഇനി വേറൊന്ന്, ആരാധ്യ വിഷയക രാഗിത്വം. നമുക്ക് എന്തിനേടെങ്കിലും ഒരു ഒട്ടലുണ്ടാവും ഇല്ലേ? നല്ലൊരു സാരി കണ്ടു പീഡിയയിൽ പോയപ്പോൾ, അത് മേടിക്കണം എന്നുണ്ടായിരുന്നു, ശമ്പളം കിട്ടിയിട്ടില്ല, ഡിസംബർ ഇത്രേ ആയിട്ടുള്ളൂ, എന്നാലും അത് നീ വിറ്റ് പോവോന്ന് വെച്ചല്ലേ, എന്താ വേണമെന്നില്ല. അപ്പം അത് വേണമെന്നായി. അത് കഴിഞ്ഞപ്പോഴാണ് ടി വിയിൽ പരസ്യം കാണുന്നത്, വളണ്ട് ഹേമായും കൊണ്ടൊരു ജ്വല്ലറിയുടെ, അതിപ്പോൾ ഇനി എന്നാ ചിലവാകാൻ വെച്ചല്ല. അതിനോടാ രാഗിത്വം. കേൾക്കുന്നുണ്ടോ നിങ്ങള്? അപ്പൊ ഈ രാഗം എന്തിനോടാണ് എന്നുള്ളതാണ് ഭക്തിയിൽ അതന്നെയാ പറയുന്നത്. ആരാധ്യ വിഷയക രാഗിത്വം. ആരാധ്യമായിട്ടുള്ള വിഷയൻ ഭഗവാനാണ്. ഭഗവാനാണ് ആരാധ്യമായിട്ടുള്ള വിഷയം. ആ ഭഗവാനോട് ഭക്തി ഉണ്ടാവുക. അടുത്തത് ജ്ഞാന ജഡ അമൃത ജഡ അനൃത നിരന്തരമായിട്ട് സപ്താഹമായതുകൊണ്ട് ഇട്ടുണ്ട്. ജഡ അനൃത അഹങ്കാരരഹിത. 3 കാര്യങ്ങൾ നമുക്ക് ഒഴിവാവണം, ഇല്ലാതിരിക്കണം, എന്നാലേ ഭക്തി ഉണ്ടാവുള്ളൂ. ഇതിൻ്റെയൊക്കെ തത്വം മനസ്സിലാക്കണം കേട്ടോ, അല്ലെങ്കിൽ കാര്യമില്ല. ജഡത്വം എന്ത് പറഞ്ഞാലും ഒരു കൂസലും ഇല്ല. ഭാഗവതം വേണമെങ്കിൽ പോവാ, അല്ലെങ്കിൽ വേണ്ട, ഒരു കാര്യവും ഇല്ല. ഇനി അതുപോലെ അനൃതം, പായ തുറന്നാൽ പൊളിയെ പറയുള്ളൂ. ഇപ്പം എന്തിനാ പോയത്? ഭാഗവത അഭാവല്ലേ, വേറെന്തിനാ പോയിട്ട് അയലോക്കത്തൊരാളുടെ അടുത്തേക്കാ പോയി, കാര്യമില്ല. അതുപോലെ തന്നെ അഹങ്കാരം. ഞാനാണ് കേട്ടോ 1000 ഉറുപ്പ്യ ഇവിടെ ഡൊണേറ്റ് ചെയ്തപ്പോൾ നമ്മുടെ ഒരു 1000 ഉറുപ്പ്യ കിട്ടിയിട്ട് വേണം ഭഗവാന്. ഗുരുവായൂർ പോയിട്ട് ഞാൻ 1,00,000 രൂപയുടെ ഡൊണേഷൻ കൊടുത്തിട്ടുണ്ട്, നന്നായി, അത് അടുത്ത തലമുറയ്ക്ക്. ഈ അഹങ്കാരം എന്നുള്ളത് വന്നാൽ കഴിഞ്ഞു. അപ്പൊ ഈ 3 കാര്യത്തിൻ്റെയും രാഹിത്യം, അതാണ് അതിൻ്റെ ഭക്തിയുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. ഗോപികമാരുടെ കാര്യത്തിൽ അത് വളരെ സത്യാണ്. നഖലു ഗോപിക നന്ദനോ ഭവാൻ അഖിലദേഹിനാം അന്തരാത്മദ്രക്. എത്ര ശുദ്ധമായിട്ടുള്ള അദ്വൈത വേദാന്താണ് ഭാഗവതം ഉദ്ഘോഷിക്കുന്നത്. അദ്വൈത വേദാന്താണ്. ചേതനാവാന്യതാത്മാ തതക്കർത്താ നിരുദ്ധ്യത്തെ. ചരകസംഹിതയിലെ സൂത്രാസ്ഥാനത്തില് 55-ാമത്തെ ശ്ലോകം പറയുന്നത് അതേ തത്വം. അദ്വൈത വേദാന്താണ്. എല്ലാ ജീവജാലങ്ങളിലും നിലനിൽക്കുന്ന ഓതപ്രോതമായിരിക്കുന്ന ജാഗ്രത സ്വപ്ന സുഷുപ്തി സുസ്ഫുടതര യാ സംവിദുജൃംഭത്തെ യാ ബ്രഹ്മാദി വിപീലികാന്ത ധനുഷു പ്രോതാജികൾ സാക്ഷിണി എന്ന് പറഞ്ഞിട്ടുള്ള മനീഷ ഉദ്ബോധം, അതേ തത്വം തന്നെയാണ് ഈ ഗോപികമാരും പറയണം. ഓർക്കൂ, ആ തത്വം ഗോപികമാർക്ക് പറയാൻ സാധിച്ച ഭാഗവതത്തിലെ ഭക്തന്മാരുടെയും ഭക്തകളുടെ കഥയും നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ആദ്യം പറയുന്നത് നാരദര മഹാഭക്തിയനാണ്. പക്ഷെ അതല്ലാത്ത ഒരുപാട് കുന്തിദേവി, ഈ ആളുകളൊക്കെ, ഇവരുടെയൊക്കെ ആ സ്തുതി നമ്മളൊന്ന് നോക്കൂ. എത്ര ശാസ്ത്രാന്വിതമായിട്ടുള്ള ന്യായദർശനം, വൈശേഷിക ദർശനം, പൂർവമീമാംസ, സാഖ്യം, ഇതൊക്കെ ഖണ്ഡിച്ചുകൊണ്ട് അവർക്ക് പറയാൻ സാധിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ശക്തി എവിടുന്ന? പ്രഹ്ലാദൻ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ബലം മേ വൈകുണ്ഠ. ഒന്ന് പറയൂ, ബലം മേ വൈകുണ്ഠ. വൈകുണ്ഠനാണ് എൻ്റെ ബലം. ഞാൻ പറഞ്ഞതല്ല, പ്രഹ്ലാദൻ പറഞ്ഞതാ. വൈകുണ്ഠനാരാ? എന്താ? വിഗത കുണ്ഠിതം യസ്യ സഹ. എല്ലാ ദുഃഖങ്ങളും ഒഴിവായിട്ടുള്ള ആളാ അദ്ദേഹം. അദ്ദേഹമാണ് എൻ്റെ ബലം. അദ്ദേഹം ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ യാതൊരു വിഷയവും ഇല്ല എന്നാണ്. അപ്പൊ അതാണ് ഭക്തി എന്നുള്ളതിന്റെ വേറെ ലക്ഷണം. സത്യജ്ഞാന ആനന്ദകരീ വൃത്തി. വൃത്തി എന്ന് പറഞ്ഞാൽ എന്താ? നല്ല വൃത്തിയായി നടക്കണം. എല്ലാവരും പറയില്ലേ? എന്താ വൃത്തി എന്ന് പറഞ്ഞാൽ? അടുത്തത് വൃത്തി.
മനസ്സിന്റെ അവസ്ഥ. അതാണ് വൃത്തി. അല്ലാണ്ട് കുളിച്ചോണ്ട് വൃത്തിയാവില്ല, പല്ല് വെച്ചോണ്ട് വൃത്തിയാവില്ല. വൃത്തിയാവാം, അതിനുള്ളൊരു പടിയാണ്. മനഃശൗചം, കർമ്മശൗചം, കുലശൗചം, തഥൈവച ശരീരശൗചം, വാക്ശൗചം, ശൗചം പഞ്ചവിധം സ്മൃതം എന്ന് പറയും. 5 വിധത്തിലുള്ള ശൗചിയുണ്ട്. അതിൽ ഏറ്റവും അറ്റത്തെ എത്തിച്ചേരേണ്ടത് മനസ്സിന്റെ ശൗചമാണ്, മനസ്സിന്റെ ശുദ്ധിയാണ്. അപ്പൊ ആ ശൗചം, ആ മനസ്സിന്റെ അവസ്ഥ ഭാഗവതം മുഴുവൻ പറയണത് മനസ്സ് ശുദ്ധീകരിക്കാനാ. മനസ്സ് ശുദ്ധീകരിക്കാനാണ്. എന്താ പറയേണ്ടത്? മനസ്സ് ശുദ്ധീകരിക്കാണ്. ഉറപ്പിച്ചോളൂ, ദിവസേന പറയാം മനസ്സ് ശുദ്ധീകരിക്കുക. അതിനാണ് ഭാഗവതം. അതെന്താ? സത്യജ്ഞാനാനന്ദകരീ വൃത്തി. മനസ്സിന്റെ വൃത്തി സത്യമായിരിക്കണം, ജ്ഞാനമായിരിക്കണം, ആനന്ദമായിരിക്കണം. അടുത്ത നിർവചനം അടുത്ത ഭാഷ്യത്തിൽ പറയണതാ ഈ ഭക്തിയുടെ കാര്യത്തിൽ. അപ്പോൾ സത്യമയമായിട്ടുള്ള മനസ്സ്, ആനന്ദമയമായിട്ടുള്ള മനസ്സ്, ജ്ഞാനാത്മകമായിട്ടുള്ള മനസ്സ്. അറിയണം 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 എന്നുള്ള തോന്നല്. ഏറ്റവും അവസാനം പറയുന്നൊരു നിർവചനമുണ്ട്. അതാണ് ഏറ്റവും ഭാഗവതത്തിന്റെ ശക്തി. അവിടെയാണ്. ഭാഷ്യങ്ങൾ എത്രയും പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭാഗവതത്തിന്റെ ഏറ്റവും വലിയ ശക്തി അതാണ് അങ്ങോട്ടവർ പറയണത്. ഈ ഭാഗവതം എന്ന് പറഞ്ഞാൽ ഈ ഭക്തി ലക്ഷണങ്ങളൊക്കെ സമ്മതിച്ചു. പക്ഷെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ലക്ഷണം എന്താ? ഭഗവാനുമായി ബന്ധിക്കുന്ന നൂലാണ്. ഒരു നൂലാണ്, ഒരു നൂലാണ് നമ്മളെ ഭഗവാനുമായിട്ട് ബന്ധിക്കുക. ആ ബന്ധിക്കുന്ന ഒരു നൂലാണ് ഈ ഭക്തി. രാസപഞ്ചാധ്യായി വായിക്കുന്ന സമയത്ത് നമുക്കുണ്ടാവുന്നത് ആ ഭഗവാനുമായിട്ട് ബന്ധിക്കുന്ന ഒരു നൂലായി തീരാൻ നമുക്ക് സാധിക്കുക. ആ ഒരു ഭക്തിയുടെ ഭാവമായി തീരാൻ സാധിക്കുക. ഒരുപാട് ഭക്തന്മാരുടെ പരമ്പര ഉണ്ട്. നാരദര്, ജയദേവര്, പൂന്താനം, മേൽപ്പത്തൂര്, ത്യാഗരാജൻ, എത്ര പേരുണ്ടായിട്ടുണ്ട് ഈ ഭാരതഭൂമിയിൽ. ശ്രീരാമകൃഷ്ണ പരമഹംസര്, ഭക്തിവേദാന്ത സിദ്ധാന്തം, അമൃതാനന്ദമയി ദേവി ഇന്ന് അവതാരമൂർത്തിയായും കൊണ്ടുവന്ന് നിലനിൽക്കുന്നു. ഇതേപോലെ തന്നെ മഹത്തായിട്ടുള്ളൊരു ഭക്തി സിദ്ധാന്തം ഭാഗവതാണ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനമായിട്ടുള്ളത്. അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ ആൾവാർമാര് എന്ന് പറയുന്ന 108 ദിവ്യ വിഷ്ണുദേശങ്ങൾ എന്ന് പറയും. ഇതിൻ്റെയും ആധാരം ഭാഗവതം തന്നെയാണ്. അപ്പൊ ഈ രാസപഞ്ചാധ്യായിലെ ഭക്തിയുടെ പ്രചാരണമായിട്ട് അതുപോലെ കബീർ ദാസ്, ചൈതന്യദേവൻ, തുളസീദാസ്, ജ്ഞാനേശ്വരൻ, എത്രയോ ഭക്തന്മാര് നിലനിന്നിരുന്ന ഒരു ഭക്തി പ്രസ്ഥാനത്തിന്റെ ഒരു തുടക്കാണ് ഈ രാസപഞ്ചാധ്യായിയിൽ പറയുന്നത്. ആ തത്വം മനസ്സിലാക്കുക എന്നുള്ളതാണ് ഭക്തിയുടെ. 1-2 കാര്യം കൂടിയും പറയാം. ഭക്തിയിൽ പ്രധാനമായിട്ട് പരാഭക്തി, അപരാഭക്തി എന്ന് പറഞ്ഞ് 2 ഭക്തിയുണ്ട്. ഒന്ന് സകാമഭക്തി, ഒന്ന് നിഷ്കാമഭക്തി. വേറെ ഞാൻ ഭഗവാനെ പ്രാർത്ഥിച്ചു എന്തെങ്കിലും ഇങ്ങോട്ട് കിട്ടണം, എൻ്റെ കുട്ടി അരക്കൊല്ല പരീക്ഷ എഴുതിയിട്ടുണ്ട്, അയാൾ എങ്ങനെയെങ്കിലും ക്ലാസ്സിൽ ഫസ്റ്റ് ആവണം ഒരാള്. മറ്റയാൾ അവിടെ ചെന്ന് പ്രാർത്ഥിച്ചു, അത് അയാൾ പാസ്സായാലും കുഴപ്പമില്ല, അയാൾ പാസ്സാവില്ല എന്ന് നല്ല ഉറപ്പുണ്ട്. നമ്മുടെ അയലോകത്താ ഒരുമ്പട്ടോളുണ്ടാവും, അതിൻ്റെ കുട്ടി പാസ്സാക്കരുതേ, അതാണ് അടുത്ത പ്രാർത്ഥന. അപ്പൊ ഈ സകാമഭക്തി, നിഷ്കാമഭക്തി. മറ്റെന്താ? ത്വയി ഭക്തിരഥോക്ഷജേ. മറ്റോടത്തല്ല, ഭക്തിയാണ്. ഭഗവാൻ കൂടെ ഉണ്ടാവണം എന്നുള്ളത് വിട്ട് വേറെ ഒന്നുമില്ല. ഭഗവാൻ കൂടെ ഉണ്ടായാൽ മതി, വേറെ ഒന്നും വേണ്ട. തഥാ ഗുരുഷ്വദേവേശ നാഥസ്ത്വം നോ ജഗപ്രഭോ. ഭഗവാൻ കൂടെ ഉണ്ടാവുക, ഭഗവാൻ നമ്മുടെ നാഥനാണ് എന്നുള്ള ബോധം ഉണ്ടാവുക, അത് മാത്രമേ വേണ്ടൂ എന്നുള്ളത് നിഷ്കാമഭക്തിയാണ്. അതുപോലെ തന്നെ വ്യഭിചാരിണിയായിട്ടുള്ള ഭക്തിയുണ്ട്, അവ്യഭിചാരിണിയായിട്ടുള്ള. അതൊക്കെ രാസക്രീഡയിൽ നമുക്ക് വായിച്ചു നോക്കിയാൽ ഓരോരോ സന്ദർഭങ്ങളിൽ കാണാൻ സാധിക്കും. വ്യഭിചാരിണിയായിട്ടുള്ള ഭക്തി. വ്യഭിചാരിണി എന്ന് പറഞ്ഞാൽ എന്താ? ഗുരുക്കന്മാരോടുള്ള ഭക്തി, അച്ഛനമ്മമാരോടുള്ള ഭക്തി, കാരണവന്മാരോടുള്ള ഭക്തി, ആചാര്യന്മാരോടുള്ള ഭക്തി. സന്യാസി യതിശ്രേഷ്ഠന്മാർ എത്രയോ പേര് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നുണ്ട്. ഇവരൊന്നും കേൾക്കാനല്ല വരണം കേട്ടോ, ഒട്ടും തെറ്റിദ്ധരിക്കേണ്ട. ഇവർക്കൊന്നും അറിയാത്ത കാര്യങ്ങളൊന്നും അല്ല പറയണത്. ഇവരുടെ അനുഗ്രഹം കൊണ്ടാണ് നമുക്ക് എന്തെങ്കിലും പറയാനുള്ള ഒരു ശക്തി നമുക്കൊക്കെ കിട്ടിയിട്ടുള്ള. ഒട്ടും തെറ്റിദ്ധരിക്കരുത് ഇവരെല്ലാവരെയും മുമ്പിലിരുത്തി പറയുമ്പോൾ. ആ ഭക്തി, അത്തരത്തിലുള്ള ആചാര്യസ്ഥാനത്തിരിക്കുന്ന ആളുകളോടുള്ള ഭക്തി, അത് വ്യഭിചാരിണിയായിട്ടുള്ള ഭക്തി. ഇനി അവ്യഭിചാരിണിയായും കൊണ്ടുള്ള ഭക്തി, ഒരു ആധാരവും ഇല്ല, ഭഗവാൻ മാത്രമേ ഉള്ളൂ, ആ ഭഗവാൻ മാത്രമേ എനിക്കുള്ളൂ, ഭഗവാൻ മാത്രമേ എനിക്കുള്ളൂ. ആ ഒരു ഭക്തി, അത് അവ്യഭിചാരിണിയായിട്ടുള്ള ഭക്തി. മുഖ്യമായിട്ടുള്ള ഭക്തി ഗൗണമായിട്ടുള്ള ഭക്തി, ഗഹനമായിട്ടുള്ള വിഷയങ്ങളാ ഭാഗവതത്തിൽ പറയുന്നത്. ശാസ്ത്രത്തിൽ പറയുന്ന, തത്വത്തിൽ പറയുന്ന ഒരുപാട് ഗഹനമായിട്ടുള്ള കാര്യങ്ങളാണ്. സത്രം, എന്താ ഈ സത്രം എന്നുള്ള വാക്കിന്റെ അർത്ഥം? സത്രം, നമ്മുടെ പേരെന്താ? തത്വസമീക്ഷാ സത്രം ആണോ? എന്താ സത്രം എന്ന് പറഞ്ഞാല്? 1000കണക്കിന് സംവത്സരങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു യജ്ഞമാണ് സത്രം. ഇത് 10ാമത്തെയൊന്നുമല്ല. ഇത് സത്രം എന്നുള്ള വാക്ക് സത്യവത്താക്കണം എന്നുണ്ടെങ്കിൽ മുടങ്ങാതെ 1000കണക്കിന് വർഷങ്ങള്, ഭൂമാൻ സ്വാമിയുടെ തലയിൽ വെക്കാനല്ല, 1000കണക്കിന് വർഷങ്ങൾ നമുക്ക് ഈ ഭാഗവതത്തിന്റെ നിരന്തരമായ ഒരു
പ്രവാഹം നമുക്കിവിടെ ഉണ്ടാക്കാൻ സാധിക്കണം. എന്നാലേ ഈ വാക്ക് സാർത്ഥകമാക്കാൻ സാധിക്കുള്ളൂ. നിരന്തരമായിട്ടുള്ള ഭാഗവതത്തിന്റെ ഒരു പ്രവാഹം, ആയിരക്കണക്കിന് വർഷം. ഒരു അനുഭവം ഉണ്ടായി. കൽക്കട്ടയിലെ രാമകൃഷ്ണ മിഷൻ, വളരെ പവിത്രമായിട്ടുള്ള വേലൂർ മഠം, അവിടെ ഒരു വിവേകാനന്ദ ഡീംഡ് യൂണിവേഴ്സിറ്റി ഉണ്ട്. അവിടെ കുറച്ചു കാലം അദ്വൈത വേദാന്തം പഠിപ്പിക്കാൻ പോകാൻ തരായി. അപ്പം അങ്ങനെ പഠിപ്പിക്കുന്ന കാലത്ത് അവിടെ ഒരു ഗുരുവായൂരപ്പൻ്റെ അമ്പലമുണ്ട്. അവിടെ പ്രഭാഷണം വേണമെന്ന് പറഞ്ഞു. സ്വതേ പ്രഭാഷണത്തിന് പോകാറില്ല, എന്തെങ്കിലും വിഷയമാവാം, ശരി ഇന്നെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ പറയാമെന്ന് പറഞ്ഞു. ശരി, നാരായണീയത്തിൽ ഒരു ദശകമാവാമെന്ന് പറഞ്ഞു. ആ ദശകം എല്ലാവർക്കും എഴുതി ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് നേരത്തെ തന്നെ കൊടുക്കലൊക്കെ കഴിഞ്ഞു. അവിടെ ചെന്നു, 1 മണിക്കൂർ നേരം ക്ലാസ് എടുത്തു. വന്നിരിക്കണത് മുഴുവൻ അമ്മമാരെ, പ്രായമായിട്ടുള്ള അമ്മമാരെ. എല്ലാവരും വന്നിരുന്നു, ഒക്കെ കേട്ടു. അത് കഴിഞ്ഞ് അടുത്ത മാസം അവർ സന്തോഷമായിട്ട് നിർബന്ധമായിട്ട് വിളിച്ചു. ചെന്നപ്പോൾ ഒരു അനുഭവമാണ്. ഭഗവാന്റെ ഒരു കാരുണ്യാണ്, ഗുരുനാഥന്മാരുടെ കൃപയാണ്. ഈ അമ്മമാരെല്ലാവരും അവിടെ ഇരുന്നിട്ട് നാരായണീയത്തിൽ ആദ്യത്തെ ദശകം മുഴുവൻ സാന്ദ്രാനന്ദാവബോധാത്മകം അനുഭവം ഇതം കാലദേശാവധിഭ്യ നിർമുക്തം നിത്യമുക്തം നിഗമസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ ഷാർത്ഥാത്മകം ബ്രഹ്മതത്വം ദത്താവൽ ഭാതി സാക്ഷാൽ ഗുരുഭവനപുരേ ഹന്തഭാഗ്യം ജനാന. എന്തൊരു ഭാഗ്യമായി കൽക്കട്ടയിലെ കാളിഘട്ടയിലെ ജനങ്ങൾക്ക്. അത്ഭുതപ്പെട്ടു പോയി. ചോദിച്ചപ്പോൾ ഉണ്ടായ ഒരു അനുഭവമായി. സത്രം എന്ന് പറഞ്ഞപ്പോൾ ഓർമ്മ വന്നതാ. ഇവരെല്ലാവരും എന്താ വെച്ചാൽ മക്കൾക്ക് ജോലിയൊക്കെ ആയിട്ട് അവിടെ ചെന്നതാണ്. പേരക്കുട്ടികളെ സ്കൂളിലേക്ക് കൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ രാവിലെ ആയിക്കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുക, ടി വിയിലെ സീരിയൽ കാണുക, സിനിമ കാണുക. അതിലൊരു നടൻ്റെ അഭിനയം ശരിയായില്ല, ആ നടിയുടെ മുഖം ഡ്രസ്സിങ് ശരിയായില്ല, അതിൻ്റെ കണ്ണട വെച്ച് ഒന്നുകൂടി മാറിയെങ്കിൽ ശരിയായിരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നായിരുന്ന ആളുകളാ. ഇപ്പം അതൊക്കെ വിട്ട് രാവിലെ മക്കളെ ജോലിക്ക് വിട്ടു, പേരക്കുട്ടികളെ സ്കൂളിലേക്കും വിട്ടു, നേരെ ഗുരുവായൂർ അമ്പലത്തിലേക്ക് അവരെല്ലാവരും കൂടി അവിടെ വന്നിരുന്നു. ഒരുമിച്ച് നാരായണീയം 1ാമത്തെ ദശകം ഇരുന്ന് ചെല്ലുക. അക്ഷരം വായിക്കാൻ അറിയാത്ത ആളുകളൊക്കെ ഉണ്ട് ധാരാളം പേര്. ആർക്കെങ്കിലും ഒരാൾക്കറിയുമല്ലോ, കേട്ട് ചെല്ലുക. നമ്മുടെ സ്വാമിജി പറയാറില്ലേ, ഹരി ഓം ഹരി ഓം എന്ന് പറയണു. നമ്മളെല്ലാവരും അറിഞ്ഞിട്ടാ. അപ്പം അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിഞ്ഞിട്ടാണോ ചെല്ലണത്? ഹരി എന്നുള്ള ശബ്ദത്തിൻ്റെ അർത്ഥം നമുക്കറിയോ? ഓം എന്നുള്ള പ്രണവത്തിന്റെ അർത്ഥം നമുക്കറിയോ? ഇതൊന്നും അറിഞ്ഞിട്ടല്ല നമ്മളെല്ലാവരും ചെല്ലുന്നുണ്ട്. അതുപോലെ തന്നെ ആ ദശകം മുഴുവനെ ചെല്ലി. ഇപ്പം അവർക്ക് ഒരക്ഷരാഭ്യാസം, മലയാളം പോലും അറിയില്ല, ഹിന്ദി ഇംഗ്ലീഷും സംസ്കൃതമൊക്കെ ദൂരത്തെ വാർത്ത. അവർ നാരായണീയത്തിലെ ആദ്യത്തെ ദശകം ഒരു തെറ്റുമില്ലാണ്ട് എല്ലാവരും ചെല്ലുന്നുണ്ട്. ഭക്തി എന്ന് പറഞ്ഞാൽ അതാണ്. ഭക്തി എന്ന് പറഞ്ഞാൽ സത്രം എന്ന് പറഞ്ഞാൽ അതാണ്. ആ നിരന്തരമായിട്ടുള്ള സ്ഥായിയായി കൊണ്ട് ഭഗവാനിൽ ഉറച്ചുകൊണ്ടുള്ള വിശ്വാസം, അതാണ് ഭക്തി. ഇനി ഭക്തിയെ പറ്റി പറയുമ്പോൾ ഭഗവത്ഗീതയിൽ പറയാറുണ്ട്, സാത്വികമായിട്ടുള്ള ഭക്തി, രാജസമായിട്ടുള്ള ഭക്തി, താമസമായിട്ടുള്ള ഭക്തി. യജന്തേ സാത്വികാൻ ദേവാൻ രക്ഷാംസി രാജസാഹ പ്രേതാൻ. ഗഹനമായിട്ടുള്ള വിഷയമാണത്. ഓരോരുത്തരുടെയും സ്വഭാവം അനുസരിച്ചിട്ടാണ് നമ്മൾ ഏത് അമ്പലത്തിലേക്കാ പോവുക. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അമ്പലത്തിലേക്ക്. വേറൊരു കൂട്ടരെയും കിടാ പോവുക. കൽക്കട്ടയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഏത് അമ്പലത്തിലും പോയി കഴിഞ്ഞാൽ പ്രസാദമായിട്ട് എന്താ കിട്ടുക? മത്സ്യമാണ് പ്രസാദം. ജലപുഷ്പം എന്നാണ് പറയുക. അതിന് വേവിച്ചതാണ് പ്രസാദമായിട്ട് കിട്ടുക. അപ്പം അത് ആ ഭാവമാണ്, അതിൻ്റെ ദോഷമല്ല. അവിടുത്തെ ആളുകളുടെ സാഹചര്യത്തിൻ്റെ, പ്രകൃതിയുടെ സ്വഭാവം അനുസരിച്ചിട്ട് വരുന്നൊരു ഭാവമാണത്. അപ്പോൾ ഇനി താമസമായിട്ടുള്ള ഭക്തി വേറെ ചിലതുണ്ട്. ആടിനെ ബലിക്ക് കൊടുക്കണം. ആടിനെ ബലി കൊടുത്താൽ ഗുരുവായൂരപ്പനിൽ ദേവി സന്തോഷിക്കുമോ? ഈ ആടെന്ന് പറയുന്നത് തന്നെ ഭഗവാന്റെ അംശമാണ്. ഈ ഭഗവാന്റെ അംശമായിട്ടുള്ള ആടിനെ വെട്ടിക്കഴിഞ്ഞാൽ ദേവി സന്തോഷിക്കുമോ? എന്ത് താമസമായിട്ടുള്ള ഭാവമാണ്. ഏതെങ്കിലും ഒരു ജന്തുവിനെ ഹിംസിച്ചാൽ ഭഗവാൻ സന്തോഷിക്കുക എന്നുള്ള ശുദ്ധ താമസമാണ്. വേണ്ടാന്നും പറയണില്ല, പക്ഷെ ശുദ്ധ താമസമാണ്. അപ്പോൾ ആ ശുദ്ധ താമസമായിട്ടുള്ള ഭക്തി, അതിനെയൊക്കെ പറ്റി പറഞ്ഞതിന് ശേഷം ആ ഭക്തി, അതായത് ആ ഭക്തിയുടെ കുറേ കാര്യങ്ങളാണ് അതിൽ പറഞ്ഞു വരണത്. രാസപഞ്ചാധ്യായയിൽ ഉദ്ദേശിക്കുന്ന ഒരേ ഒരു കാര്യമുള്ളത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ പ്രാകൃതമായിട്ടുള്ള സിനിമയിലും സീരിയലിലും കാണുന്ന പ്രാകൃതമായിട്ടുള്ള നായികാനായകന്മാരുടെ ലൗകികമായിട്ടുള്ള ശൃംഗാരമല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. അത് ഇവിടുത്തെ വസ്തുനിർദ്ദേശമല്ല, ഉദ്ദേശമല്ല. ഇനി സംസാര നിവൃത്തിക്ക് ശേഷം ഗോവിന്ദ സേവാധികാരം കിട്ടുക, അങ്ങനെ ഒരു വിഷയം അവിടെ വരുന്നുണ്ട്. അത് ഭാഗവതത്തിൽ മാത്രമേ ഉള്ളൂ. മറ്റ് ശാസ്ത്രങ്ങളിലൊക്കെ സംസാര നിവൃത്തി കിട്ടും സാധിക്കും. വേദം പഠിച്ചു കഴിഞ്ഞാൽ സംസാര നിവൃത്തി കിട്ടിയെന്ന് വരാം. ഉപനിഷത്തും മറ്റു കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ കിട്ടിയെന്നും വരാം. പക്ഷെ ഇതിന് ശേഷം ഭഗവാന്റെ പാദാരവിന്ദങ്ങളെ സേവിക്കുക എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്താൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ അത് ഭാഗവതം മാത്രമേ പറ്റുള്ളൂ എന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൽ ഈ രാസപഞ്ചാധ്യായി എന്നിട്ടുള്ളത് പറഞ്ഞിട്ടുള്ളതെന്ന് പറയുകയാണ്. അതിനുശേഷം രാസപഞ്ചാധ്യായിക്ക് ശേഷം പിന്നീട് അടുത്ത അധ്യായങ്ങളിൽ വരുന്ന കാര്യമാണ്. ഗുജറാത്തിലെ അംബികാവനത്തിൽ ഇവരെല്ലാവരും, ഗോപികമാരെല്ലാവരും കൂടി സരസ്വതി നദിയിൽ സ്നാനം ചെയ്തിട്ട് ശിവപാർവതി പൂജ ചെയ്തു.
ഇതൊക്കെ കഥയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, വിസ്തരിക്കേണ്ട കാര്യമില്ല. ആ സമയത്ത് ഒരു പെരുമ്പാമ്പ് വന്നു. ആ പെരുമ്പാമ്പ് വന്നിട്ട് നന്ദഗോപരെ വിഴുങ്ങി. അപ്പോൾ ഗോപന്മാരെല്ലാവരും കൂടി ഒരു തീക്കൊള്ളി എടുത്തിട്ട് അതിനെ പൊള്ളിച്ചു. അങ്ങനെ പാമ്പ് വിട്ടില്ല എന്ന് കണ്ടപ്പോൾ ഭഗവാൻ കാലുകൊണ്ട് ഒന്ന് അങ്ങോട്ട് സ്പർശിച്ചു. ആ സ്പർശിച്ച സമയത്ത് അദ്ദേഹം വിദ്യാധര രൂപം ധരിച്ചുകൊണ്ട് അവിടുന്ന് അങ്ങോട്ട് പോയി. എന്നിട്ട് പറയാണ്, ഒരു വിദ്യാധരനാണ് ഞാൻ, സുദർശൻ എന്ന് പറയുന്ന ഒരു വിദ്യാധരനാണ് ഞാൻ. പക്ഷെ എന്തുണ്ടായി, ഒരു തവണ അങ്കിരസുകളെ, മഹാതപസ്വികളായിട്ടുള്ള ആളുകളാണ് അംഗീകസുകൾ, സാക്ഷാൽ ഭഗവാന്മാരാണ് കേട്ടോ നമ്മുടെ മുമ്പിൽ വന്നിരിക്കണം. ഈ ഭഗവാന്മാരെ ഒന്നും കാണാതെ കണ്ട് നമ്മൾ ഗുരുവായൂർ പോയിട്ട് ഒരു കാര്യവുമില്ല. അപ്പോൾ അംഗീരസുകളെ ഒന്ന് കളിയാക്കുകയുണ്ടായി. അതുകൊണ്ട് കിട്ടിയിട്ടുള്ളൊരു ശാപമാണ് എന്നും പറഞ്ഞു. ഏതായാലും ശരി, ഭഗവാൻ അദ്ദേഹത്തിന് മോക്ഷവും കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അവിടെ വെച്ചിട്ട് ഭഗവാൻ ഗോപികമാരോട് കൂടി രമിക്കുകയുണ്ടായി. അങ്ങനെ രമിക്കണ സമയത്ത് ശംഖചൂഡൻ എന്ന് പറയുന്ന ഒരു കുബേരൻ്റെ ഭൃത്യൻ അവിടെ കയറി വന്നു. അപ്പോൾ ഇപ്പോൾ കയറി വന്നിട്ട് ഗോപികമാരെ ആക്രമിക്കാൻ പുറപ്പെട്ടപ്പോൾ ശ്രീകൃഷ്ണൻ അദ്ദേഹത്തിനെ കൊന്നിട്ട് ആ ചൂടാരത്നം, ശംഖചൂഡൻ്റെ ആ ചൂടാരത്നം എടുത്തിട്ട് ബലരാമന് കൊടുത്തു. അവനാനെടുത്തില്ല. ഈ പറഞ്ഞ ഭാഗത്തിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. 34-ാം അധ്യായത്തിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. അതായത് ഈ ഭഗവാന്റെ ഭക്തി, ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശംഖചൂഡൻ, ഇദ്ദേഹം വിദ്യാധരൻ, അദ്ദേഹം ചെയ്ത കർമ്മത്തിൻ്റെ ഫലമാണ് അദ്ദേഹത്തിന് കിട്ടിയത്. അപ്പോൾ നമ്മുടെ ശരീരത്തിന്, മനസ്സിനുള്ള വാസനകളെ നമ്മൾ ശരിയാക്കണം എന്നുള്ളതാണ് പറയണത്. അതിനുശേഷം അരിഷ്ടാസുരൻ കാളയുടെ രൂപത്തിൽ വന്നു. അരിഷ്ടൻ എന്നുള്ള വാക്ക് ഭാഗവത്തിലെ ഓരോ ശബ്ദത്തിനും അർത്ഥവത്താണ്. അരിഷ്ടൻ എന്ന് പറഞ്ഞാൽ എന്താ? അരിം ഷ്ടകയതീതി അരിഷ്ടഹ. ഓരോ വാക്കുകളുടെയും അർത്ഥം നോക്കണം നമ്മൾ. അപ്പോൾ എല്ലാവരെയും നശിപ്പിക്കുന്ന ആള് എന്നുള്ള സങ്കല്പത്തിൽ വന്നു. അദ്ദേഹത്തിനെ അതുപോലെ തന്നെ കൊന്നു. അത് കഴിഞ്ഞാൽ ദേവദർശനായിട്ടുള്ള, ഇനി അടുത്ത ഭാഗം വരുന്നത് കംസവധാണ്. എന്താ കംസവധം? എന്താ കംസൻ എന്ന് പറഞ്ഞാൽ? കംസൻ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. കംസൻ എന്ന് കേൾക്കാത്തവരാരെങ്കിലും ഉണ്ടോ? ഇല്ല. എന്താ കംസൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം? കംസൂദയതീതി കംസഹ. ഈ വാക്ക് അങ്ങനെ പേരിട്ട പേരല്ല, അത് വന്ന പേരാ. ആരെ ഉപദ്രവിക്കാൻ തരാവുക? കോളേജിൽ ക്ലാസ്സിലിരിക്കുന്ന സമയത്തില്ലേ, തൊട്ട് മുമ്പിലിരിക്കുന്ന ആളുടെ തലയിലേക്ക് മഷിയുണ്ട് കുടഞ്ഞു, അല്ലെങ്കിൽ അയാൾ ഇരിക്കാൻ പുറപ്പെടുന്ന സമയത്ത് കസയിലൊരു ബ്ലേഡ് കൊണ്ടുവച്ചു. ആരെ ഉപദ്രവിക്കാൻ തരാവുക എന്ന് നോക്കി നടക്കുന്ന ആള് എന്നാണ് അർത്ഥം കംസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ആ കംസൻ ഇതുപോലെ തന്നെ ദേവദർശനായിട്ടുള്ള നാരദർക്ക് വിശേഷണം കൊടുത്തിട്ടുണ്ട്. ദേവദർശനൻ. എന്താ ദേവദർശനൻ? അതായത് വിഷ്ണുവിനെ വന്ദിക്കാൻ യോഗ്യൻ എന്നാണ് കൊടുക്കണം. വിഷ്ണുവിനെ വന്ദിക്കാൻ ഒരാൾക്ക് തന്നെ യോഗ്യമുള്ളൂ. പിന്നെ രണ്ടാമത് ദേവാൻ ദർശയതീ ദേവദർശന. ദേവന്മാരുടെ മതം എന്താണെന്ന് അറിയണ ആളാണ്. അപ്പം അതറിയുന്ന നാരദർ അവിടെ ചെന്ന് പറഞ്ഞു, ഇങ്ങനെ വാസുദേവനെ കൊല്ലാൻ പുറപ്പെട്ട കഥയും മറ്റു കാര്യങ്ങളൊക്കെ, ശ്രീകൃഷ്ണന്റെ അവതാരവും മറ്റു കാര്യങ്ങളൊക്കെ നാരദർ അവിടെ ചെന്ന് പറഞ്ഞപ്പോൾ കംസൻ അങ്ങോട്ട് ദേഷ്യം വന്നു. വസുദേവരെ കൊല്ലാം. എന്താ വസുദേവര്? വസോഹോ ദേവ. അഷ്ടവസുക്കളുടെ ദേവനാണ് വസുദേവര്. ശബ്ദങ്ങളുടെ അർത്ഥം നമ്മൾ നോക്കണം. വസുദേവരെ കൊല്ലാൻ പുറപ്പെട്ട സമയത്ത് നാരദരെ തടഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ നാരദരുടെ വാക്കിനെ മാനിച്ചുകൊണ്ട് ഏതായാലും കൊല്ലാതെ വിട്ടു. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനെ അവിടെ ബന്ധനസ്ഥനാക്കിയപ്പോൾ കേശി എന്ന് പറയുന്ന ഒരു അസുരനെ പറഞ്ഞയച്ചു ശ്രീകൃഷ്ണനെ കൊല്ലാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് ചാണൂരൻ മുതലായിട്ടുള്ള മല്ലന്മാരെ തയ്യാറാക്കി കൊല്ലാൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാവരെയും തയ്യാറാക്കിയതിന് ശേഷം ഇനി അദ്ദേഹത്തിനെ കൊണ്ടുവരികയും വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അക്രൂരൻ എന്ന് പറയുന്ന അദ്ദേഹത്തിനെ അങ്ങോട്ട് പറഞ്ഞയച്ചു എന്നാണ്. ഇതിൽ ശബ്ദങ്ങളുടെ അർത്ഥം നോക്കണം. കേശി. എന്താ കേശി എന്ന് പറഞ്ഞാൽ? സുഖത്തിൽ മുഴുകിയിരിക്കുന്ന വിശേഷ്ട കേശഹ യസ്യതഃ കേശി. സുഖത്തിൽ മുഴുകിയിരിക്കുന്ന ആള് അദ്ദേഹമാണ് അങ്ങോട്ട് ചെന്നത്. കേശി അങ്ങോട്ട് പ്രശസ്തഃ കേശഹ യസ്യ സഹ. പ്രശസ്തമായിട്ടുള്ള കേശത്തോടു കൂടിയവൻ. ഇതൊന്നും പുരാണ കഥയില്ലാട്ടോ. നമ്മുടെ ഇടയിലൊക്കെ അത്തരത്തിലുള്ള ആളുകളുണ്ട്. പ്രശസ്തമായ കേശം എന്നുള്ള ശബ്ദത്തിന് വിഷയലമ്പടത്വം എന്നാണ് അർത്ഥം. അപ്പോൾ പ്രശസ്തമായ വിഷയലമ്പടത്വത്തിൽ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിനെ പറഞ്ഞയച്ചു. അദ്ദേഹത്തിന്റെ കഥ കഴിഞ്ഞു. കേശി ഭയങ്കരമായി കൊണ്ട് അലറിയെടുത്തു. അങ്ങനെ വലറിയെടുത്തപ്പോൾ വായയിലേക്ക് ഒരൊറ്റ അടി കൊടുത്തു എന്നാണ് പറയുന്നത്. വായയിലെ ശബ്ദം, ആ ശബ്ദത്തിലേക്ക് അടി കൊടുത്തു. അതോടുകൂടി അദ്ദേഹം ശ്വാസം മുട്ടിക്കൊണ്ട് അങ്ങോട്ട് മരിച്ചു. അത് കഴിഞ്ഞപ്പോൾ വ്യോമാസുരൻ ഒരു ഗോപന്റെ വേഷം കെട്ടി അങ്ങോട്ട് ചെന്നു. ഏറ്റവും വലിയ നടനാണ് ഭഗവാൻ. ആ ഭഗവാന്റെ അടുത്തേക്ക് വേറൊരു വേഷം കെട്ടുമായിട്ട് ഒരാൾ ചെന്നു. എന്ത് ചെയ്തു? എന്നിട്ട് ഗോപിമാരെല്ലാവരെയും കൊണ്ട് ഒരു ഗുഹയിൽ കൊണ്ട് അടച്ചു. അത് വന്നപ്പോൾ ശ്രീകൃഷ്ണൻ വേഗം ചെന്ന് കൊണ്ടു. എന്താ വ്യോമാസുരൻ എന്ന് പറഞ്ഞ അർത്ഥം? വ്യാപ്നോതി സർവം ജഗത് ഇതി വ്യോമഹ. ഓരോ ശബ്ദങ്ങൾ ഭാഗവതത്തിൽ ഓരോ ശബ്ദത്തിന്റെ അർത്ഥം നമ്മൾ നോക്കണം. ഈ ജഗത്ത് മുഴുവൻ വ്യാപിച്ചുകൊണ്ട്
ഉള്ള രൂപത്തിൽ അങ്ങോട്ട് ചെന്നു എന്നാ പറയണത് ഭഗവാന്റെ അടുത്തേക്കേ. പിന്നുണ്ടോ ബാക്കി? അപ്പം അങ്ങനെ ഇങ്ങനെ ഓരോരുത്തരെയും കൊന്ന് ഓരോരുത്തരുടെയും കൊല്ലുക. ഇതിൻ്റെ തത്വം എന്താ? അദ്വൈതാണ് അതിൽ വരുന്നത്. നമ്മുടെ ശരീരത്തിൻ്റെ മനസ്സിലുള്ള ഓരോരോ വികാരങ്ങളെയും കൊന്നു എന്നുള്ളതാണ്. അദ്വൈതമായിട്ടുള്ള ഭാവമാണ് ഭാഗവതം മുഴുവൻ ഉദ്ഘോഷിക്കുന്നത്. അടുത്തതായിട്ട് അക്രൂരൻ അദ്ദേഹത്തിൻ്റെ ഭാഗ്യത്തിനെ പറ്റി ചിന്തിക്കുകയാണ്. ഇത്രയും മഹത്തായിട്ടുള്ളൊരു ഭഗവാന്റെ ദർശനം സാധിച്ചുല്ലോ. ആ അക്രൂര സ്തുതി നമ്മളൊന്ന് വായിക്കണം. ശുദ്ധ അദ്വൈത വേദാന്താണ് അക്രൂര സ്തുതിയിൽ പറയുന്നത്. അങ്ങനെ ആ ക്രൂരൻ ചിന്തിക്കുകയാണ്, ഇത്രയും ഭാഗ്യം എനിക്ക് സിദ്ധിച്ചുല്ലോ, ഭഗവാനെ കാണാൻ തരായി. ഈ കംസൻ എന്നെ പറഞ്ഞയച്ചു എന്നുള്ളത് എനിക്ക് വലിയൊരു ഭാഗ്യമാണ്. എന്തെന്നാ, അതുകൊണ്ട് എനിക്ക് ഭഗവാനെ കാണാൻ തരായില്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അവിടേക്ക് ചെന്നു. അവിടെ ചെന്നിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി അദ്ദേഹം സ്വീകരിച്ച് എന്തൊക്കെയാണ് സുഖമല്ലേ എന്നൊക്കെ ചോദിച്ചു. അതിനുശേഷം മധുരയിലേക്ക് ശ്രീകൃഷ്ണനെയും കൂടി കൊണ്ടുപോകുന്ന കഥ വളരെ വിസ്തരിച്ചിട്ട് പോകുന്ന യാത്രയുടെ മനോജ്ഞമായിട്ടുള്ള നദിയിലുള്ള സ്നാനം. ആ സ്നാനത്തിൽ കുളിക്കുന്ന സമയത്ത് ഭഗവാന്റെ വിശ്വരൂപ ദർശനം കാണിച്ചു കൊടുക്കുന്നു. ഭഗവാൻ എന്താ ഐശ്വര്യം എന്നുള്ളത്, അനേക രൂപാത്മക ദിവ്യരൂപമായിട്ടുള്ള എല്ലാ രൂപം ദർശിച്ച് കാണിച്ചു കൊടുക്കുന്നു. ആ സമയത്ത് അക്രൂരൻ സ്തുതിക്കുന്ന ഒരു ഭാഗമുണ്ട്, അതും കൂടിയും പറഞ്ഞു നിൽക്കാം. അഖില ഹേതുഹേതുഹു, എല്ലാ ഹേതുവിനും കാരണമായിട്ടുള്ള ആളാണ്, എല്ലാ തർക്കത്തിനും കാരണം ആദ്യത്തെ സ്തുതിയാണ്. രണ്ടാമത് നാരായണ, നരാണാമയനം, എല്ലാവരും സഞ്ചരിക്കുന്നത് ഭഗവാന്റെ ആ വഴിയാണ്. അതിനൊരു വഴി കാണിച്ചു തരാണ് ഭഗവാൻ ചെയ്യുന്നത്. പുരുഷ, പുരിശേതേതി പുരുഷ. പുരി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം ഒരു വീടാണ്. എത്ര കാലം നമ്മൾ ഇരിക്കാനൊന്നും വാക്ക് കൊടുത്തിട്ടില്ല. അതായിരിക്കുന്ന സമയത്ത് പോകാനും ഒട്ടും വിഷമല്ല. അപ്പോൾ നമുക്കൊരു ശരീരം, ആ പുരിയുടെ ഉള്ളിൽ ആത്മാവായിട്ട് ശയിക്കുന്ന ഒരാൾ. ഇങ്ങനെ വളരെ ഗഹനമായിട്ടുള്ള സ്തുതി ശുദ്ധ അദ്വൈത വേദാന്താണ്. സാഖ്യം, യോഗം, ന്യായം, വൈശേഷികം, പൂർവമീമാംസ, ഉത്തരമീമാംസ മുതലായിട്ടുള്ള എല്ലാ ദർശനങ്ങളെ ഖണ്ഡിച്ചുകൊണ്ട് അദ്വൈത വേദാന്തത്തിലേക്ക് കൊണ്ടുവരികയാണ് അതിൽ ചെയ്യുന്ന. ശ്രീധരിയ ഭാഷ്യം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. പരിപൂർണ, പുരുഷ എന്ന് പറഞ്ഞാൽ പരിപൂർണ, പുരുഷാർത്ഥ സമ്പാദ്യ യോഗ്യ എന്നൊക്കെ പറഞ്ഞ് മഹത്തായിട്ടുള്ള തത്വത്തിലേക്ക് പറഞ്ഞുകൊണ്ട് ഭഗവാനെ സ്തുതിക്കണു. അങ്ങനെ ഭഗവാനെ സ്തുതിച്ചതിന് ശേഷം അവർ സന്ധ്യാസന്ധനമൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർ മധുരയിലേക്ക് എത്തണ സമയത്ത് എല്ലാവരും സ്തുതിക്കണ സമയത്ത് വരുന്ന വഴിക്ക് ഒരു രജതൻ അലക്കുകാരൻ കുറേ വസ്ത്രങ്ങൾ, രാജധാനിയിലേക്കുള്ള കേമായും കൊണ്ടുള്ള വസ്ത്രങ്ങളൊക്കെ അങ്ങനെ കൊണ്ടുവരണ സമയത്ത് ഭഗവാൻ ഒരു യാചകന്റെ ഭാഗത്തിൽ നോക്കൂ, ഭഗവാന്റെ ഓരോരോ വേഷം എടുക്കണം, എങ്ങനെയാ പിച്ചക്കാരനാവണ്ടെന്ന് പറയാ. ആ രചകനോട് ചോദിച്ചു, ആ വസ്ത്രം ഒന്ന് തരുമോ? എല്ലാ വേഷവും അദ്ദേഹം എടുത്തിട്ടുണ്ട്. ആ വസ്ത്രം തരൊന്നുമില്ല, ഞാൻ മഹാരാജാവിന്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകാനുള്ളതാ. ആധിക്ഷേപിച്ചു. സംശയമൊന്നും ഉണ്ടായില്ല. അദ്ദേഹത്തിനെ നിഗ്രഹിച്ച് അതിന് 2 വസ്ത്രം എടുത്തു. ആദ്യം തന്നെ ഒരെണ്ണം ബലരാമന് കൊടുത്തു. അത് കഴിഞ്ഞ് അവനാനും ഒരു വസ്ത്രം ധരിച്ചു. അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു വാരര അവിടെ ഇരിക്കേണ്ട, സുദാമ എന്ന് പറയുന്ന ഒരു വാരര ഇരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം കുറേ മാലകളൊക്കെ ഉണ്ടാക്കി അവിടെ ഇരിക്കേണ്ട. ആ മാലയൊക്കെ സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം സന്തോഷമായും കൊണ്ട് ഇങ്ങനെ പോയി. അങ്ങനെ പോകുന്ന സമയത്ത് കുറിക്കൂട്ടുണ്ടാക്കുന്ന കുബ്ജ, ത്രിവക്രയാണ്. ത്രിവക്രയും കൊണ്ടുള്ളൊരു കുബ്ജ സന്തപ്പോൾ വളരെ സന്തോഷമായി. ഭഗവാനെ കാണാൻ തന്നെ ആയിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആ കുബ്ജ അവിടെ ഇരിക്കണത്. വേഗം ഉണ്ടാക്കിയ കുറുക്കൂട്ടെല്ലാം കൂടി എടുത്തു കൊടുത്തു. അതൊക്കെ വേണ്ട പോലെ ആദ്യം ബലരാമന് കൊടുത്തു. അത് കഴിഞ്ഞ് അവനാനതൊക്കെ ധരിച്ച് നല്ലപോലെ അവരെയും കൂടെ ഒന്ന് അനുഗ്രഹിച്ചു, തല പിടിച്ചു. പിന്നാപ്പുറത്തൊന്ന് പിടിച്ചപ്പോൾ ഈ 3 വളവും പോയിട്ട് എല്ലാം നേരെയായും കൊണ്ട് സർവോത്തമ സുന്ദരിയായും കൊണ്ട് അവരങ്ങോട്ട് പോയി. ആ ഭഗവാന്റെ അനുഗ്രഹമാണ്. അത് കഴിഞ്ഞിട്ട് മല്ലയുദ്ധ ഭൂമിയിലേക്ക് അങ്ങോട്ട് ചെന്നു. അവിടെ ചെന്നപ്പോഴത്തെ ഒരു ശ്ലോകമുണ്ട്. ഇതിൻ്റെ മൊത്തം തത്വമായും കൊണ്ടുള്ള ഒരു ശ്ലോകം. ആ ഒരൊറ്റ ശ്ലോകം നമ്മൾ നോക്കിയാൽ മതി. മല്ലാനാമശനി നൃണാം നരവര സ്ത്രീണാം സ്മരോ മൂർത്തിമാൻ. ഭാഗവതത്തിന്റെ മുഴുവൻ തത്വം ഇതാന്നാവട്ടെ ഒരു പറയണം. മല്ലാനാമശനി, മല്ലന്മാരായിട്ട് നമ്മൾ അങ്ങോട്ട് ചെന്നു. ഭഗവാൻ വികാരമൊന്നുമില്ല. പക്ഷെ നമ്മൾ മല്ലനായിട്ട് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അശനി പാദമായിട്ട് അങ്ങോട്ട് തന്നെ കിട്ടുക. നൃണാം നരവരഹ, മനുഷ്യനായിട്ട് മനനം ചെയ്യുന്ന ഒരാളായിട്ടാണെന്നുണ്ടെങ്കിൽ നരവരഹ. ശ്രീനാം സ്മരോ മൂർത്തിമാൻ, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സാക്ഷാൽ കാമദേവനായും കൊണ്ടാണ്. ഗോപാനാം സ്വജനഹ, ഗോപന്മാരെ സംബന്ധിച്ചിടത്തോളം, ഗോപൻ എന്ന് പറഞ്ഞാൽ എന്താ, ആത്മാവിനെ രക്ഷിക്കുന്ന ആള്. അവരെ സംബന്ധിച്ചിടത്തോളം സ്വജനമാണ്, നമ്മുടെ സ്വന്തക്കാരനാണ്, നമ്മുടെ ബന്ധുവാണ്. അസതാംക്ഷിതി ഭുജാം ശാസ്ത, മോശമായിട്ടുള്ള ഭരണകർത്താക്കൾ ധാരാളം ഉണ്ട്. അപ്പോൾ അത് പറയേണ്ട ആവശ്യമില്ല. അവരുടെ മുഴുവൻ ശാസ്താവാണ്. സ്വപിത്ര ശിശുഹു, അച്ഛനമ്മമാർക്കൊക്കെ ഇത് എൻ്റെ ഉണ്ണി തന്നെയാ, ഇത് എൻ്റെ ഉണ്ണി തന്നെയാ, ഇത് എൻ്റെ ഉണ്ണി തന്നെയാ.
മൃത്യുർഭോജപതേഹേ. ഭോജപതി കംസനെ സംബന്ധിച്ചിടത്തോളം സാക്ഷാൽ കാലനായും കൊണ്ടാണ് വരണത്. വിരാട് അവിദുഷാം തത്വം പരം യോഗിനാം. യോഗികളെ സംബന്ധിച്ചിടത്തോളം, ചിത്തവൃത്തി നിരോധനം ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം, സമാധിയിൽ അചലമായിട്ടുള്ള ബുദ്ധിയുള്ളവരെ സംബന്ധിച്ചിടത്തോളം, കർമ്മകൗശലമുള്ളവരെ സംബന്ധിച്ചിടത്തോളം പരമമായിട്ടുള്ള തത്വമാണ് ഈ സമീക്ഷാ സത്രത്തിൽ നമ്മൾ അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള ആ തത്വമാണ് എന്ന് പറയുന്നു. അങ്ങനെ ആ തത്വമായിട്ടുള്ള അദ്ദേഹത്തിനെ സ്തുതിക്കുന്നു. കംസനെ കൊല്ലല്ലാണ്ടായത്, കംസൻ ഭഗവാനിലേക്ക് അങ്ങോട്ട് ലയിക്കുകയാണ് ഉണ്ടായത് എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ ഈ തത്വസമീക്ഷാ സത്രത്തിൽ മഹത്തായിട്ടുള്ള ഈ നൈമിഷാരണ്യം, നൈമിഷം എന്ന് പറഞ്ഞാൽ നിമിഷസ്യ ഇതം നൈമിഷം, നിമിഷം എന്ന് പറഞ്ഞാൽ വിഷ്ണു, ആ വിഷ്ണുവിൻ്റെതായിട്ടുള്ള ഇത് എന്നാണ് നൈമിഷാരണ്യം എന്ന് പറയുന്നത്. ആ വിഷ്ണുവിൻ്റെ പ്രഭാവം നിറഞ്ഞു നിൽക്കുന്ന ഈ നൈമിഷാരണ്യ സത്രത്തില്, അതിൻ്റെ സമീക്ഷാസത്രം, പദത്തിന് സത്രത്തിന് സമുചിതമായിട്ടുള്ള പദമാണ് ഈക്ഷത്തെ. ഈക്ഷ എന്ന് പറഞ്ഞാൽ എന്താ? ഹേയം ഉപാധേയ വിവേകം ഉണ്ടാവുക, എന്താ എടുക്കേണ്ടത് എന്താ കളയേണ്ടത്, ഈ ഒരു ബോധം ഉണ്ടാവുക. അതാണ് ഈക്ഷ എന്ന് പേര് വെച്ചത് വെറുതെ അല്ല. എന്താ എടുക്കേണ്ടത് എന്താ കളയേണ്ടത് ആ ബോധത്തോടു കൂടിയിരിക്കുന്ന ആ സത്രത്തില് നമുക്ക് പങ്കെടുക്കാൻ സാധിച്ചത് യാതൊരു സംശയവും ഇല്ല ഭൂമാനന്ദ സ്വാമിജിയുടെ അനുഗ്രഹമാണ്. എന്താ ഭൂമാനന്ദ സ്വാമി, എന്താ ഭൂമാന്ന് പേര് വന്നത്? ഭൂമാച്ച മഹിമ വിരാട് പുരുഷ എന്നാണ് പറയുക. വിരാട്ടായും കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന പ്രപഞ്ചപുരുഷന്റെ മഹിമയോട് കൂടിയ തത്വം നമുക്ക് കഴിഞ്ഞ ഇത്രയും ദിവസങ്ങളിൽ നമ്മൾ അനുഭവിച്ചിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ കാരുണ്യം കൊണ്ട്, ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട്. ആ പരമ അനുഗ്രഹത്തിന് പാത്രമാവാൻ സാധിച്ച, ഈ തത്വത്തിനെ മനനം ചെയ്യാൻ സാധിച്ച പരമാത്മാവിൻ്റെ ശക്തിക്ക് മുമ്പിൽ ശതകോടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് നമസ്കാരം, പ്രണാമം, പ്രണാമം, പ്രണാമം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി, നാരായണായേതി സമർപ്പയാമി, നാരായണായേതി സമർപ്പയാമി. ഹരി ഓം, ഹരി ഓം, ഹരി ഓം.